എഡിറ്റേഴ്സ് അവർ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തെളിവെടുപ്പിന് ശേഷം ദിലീപിനെ ആലുവ പോലീസ് ക്ലബിലെത്തിച്ചു. ബി സന്ധ്യയുടെ നേതൃത്വത്തിൽ വീണ്ടും ചോദ്യം ചെയ്തേക്കും. തെളിവെടുപ്പിനിടെ ദിലീപിന് നേരെ വൻ ജനരോഷം. ജനങ്ങളുടെ പ്രതിഷേധത്തിൽ തൊടുപുഴയിലെ തെളിവെടുപ്പ് തടസ്സപ്പെട്ടു. MLA അൻവർ സാദത്തിനെ ചോദ്യം ചെയ്യും. ചലച്ചിത്ര മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ചർച്ചകൾ ഊർജിതം. ദിലീപ് അംഗമായി തുടരുമെന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടന. ദിലീപിന് പകരം ആന്റണി പെരുമ്പാവൂർ, ഫിയോക്കിന്റെ പ്രസിഡന്റ്. ദിലീപ് വാങ്ങിയ അഡ്വാൻസ് തിരികെ കിട്ടാൻ അമ്മയെ സമീപിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. വർഗീയ പരാമർശങ്ങൾ നടത്തിയെന്ന പരാതിയിൽ TP സെൻകുമാറിനെതിരെ അന്വേഷണം. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടത് DGP. മലയാളം വാരികയ്ക്ക് നൽകിയ അഭിമുഖം മതസ്പർദ്ധ വളർത്തുന്നതാണോ എന്ന് പരിശോധിക്കും. ദേശീയപാതയോരത്തെ മദ്യശാല നിരോധനത്തിന് സാവകാശം വേണമെന്ന കേരളത്തിന്റെ ഹർജി തള്ളി. ആവശ്യം കാലഹരണപ്പെട്ടതെന്ന് സുപ്രീം കോടതി. ഇളവ് വേണമെന്ന ബാർ ഉടമകളുടെ ആവശ്യവും അംഗീകരിച്ചില്ല. കോഴി കച്ചവടക്കാരും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു. 87 രൂപയ്ക്ക് വിൽക്കണമെന്ന നിർദ്ദേശം വ്യാപാരികൾ നടപ്പാക്കിയില്ല. ഇന്ന് കോഴി വിൽപ്പന നടന്നത് കിലോയ്ക്ക് 120 രൂപയ്ക്ക്. കോഴിക്കോട്ട് ചിക്കൻ സ്റ്റാൾ ഡിവൈഎഫ്ഐക്കാർ അടിച്ചു തകർന്നു. നടിയെ ആക്രമിച്ച കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ദിലീപിനെ കൊച്ചി അബാദ് പ്ലാസ ഹോട്ടലിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഹോട്ടലിൽ ദിലീപ് താമസിച്ചിരുന്ന മുറിയിൽ വെച്ചായിരുന്നു തെളിവെടുപ്പ്. ദിലീപിനെ തെളിവെടുപ്പിന് കൊണ്ടുവരും എന്നറിഞ്ഞതു മുതൽ ഹോട്ടലിന് മുന്നിലേക്ക് ജനം ഇരമ്പിയെത്തി. ദിലീപുമായി പോലീസ് വാഹനം എത്തിയപ്പോൾ ജനക്കൂട്ടം കൂകി വിളിച്ചിരമ്പി. വാഹനത്തിൽ നിന്നിറക്കി ഹോട്ടലിന്റെ ഉള്ളിലേക്ക്. ദിലീപ് താമസിച്ചിരുന്ന 4-ാം നിലയിലെ 410-ാം നമ്പർ മുറിയിൽ തെളിവെടുപ്പ്. 10 മിനിറ്റ് തെളിവെടുപ്പിന് ശേഷം തിരികെ ഇറക്കിയപ്പോഴും ജനക്കൂട്ടം കൂകി വിളിച്ച് ഇരമ്പിയാർത്തു. കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട നിർണായക സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ കനത്ത പോലീസ് സന്നാഹമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരുന്നത്. ക്യാമറാമാൻ ആഷ്ലിൻ ആന്റണിക്കൊപ്പം ലേബി സജീന്ദ്രൻ, റിപ്പോർട്ടർ, കൊച്ചി. അഡ്വക്കേറ്റ് TB മിനി, അഡ്വക്കേറ്റ് ആശ, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീമതി ഭാഗ്യലക്ഷ്മി, ശ്രീ അലി അക്ബർ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം അഡ്വക്കേറ്റ് TB മിനി, ഈ കൂവൽ ദിലീപ് അർഹിക്കുന്നതായിരിക്കും. പക്ഷേ ഒരു കേസന്വേഷണം നടക്കുകയാണ്. പ്രതിയെ കൊണ്ട് തെളിവെടുക്കേണ്ടതുണ്ട്. അത് അന്വേഷണത്തിലെ ഒരു ഘട്ടമാണ്. ആ അന്വേഷണത്തെ പോലും തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ ജനങ്ങൾ ഇങ്ങനെ വികാരം പ്രകടിപ്പിക്കാൻ തുടങ്ങിയാൽ അത് ശരിയായ നീതി നിർവഹണമാകുമോ? ജനങ്ങൾ സ്വാഭാവികമായ ഒരു പ്രതികരണമാണ്. പക്ഷെ എന്നാലും ജനങ്ങളത് തിരിച്ചറിയണം. നമ്മളുടെ ഈ കേസുമായി ബന്ധപ്പെട്ട് എത്ര തെളിവുകൾ ശേഖരിച്ചാലും ഇതിൽ മതിയാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ 2 ദിവസം കസ്റ്റഡിയിൽ കൊടുക്കുമ്പോൾ പരമാവധി തെളിവുകൾ ശേഖരിക്കപ്പെടേണ്ടതുണ്ട്. അപ്പം അതിലിപ്പോൾ തൊടുപുഴ പോയപ്പോൾ ഉണ്ടായ സംഭവം തെളിവെടുപ്പ് നടന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ കേസിനെ ദുർബലപ്പെടുത്തുകയുള്ളൂ എന്ന് മനസ്സിലാക്കി ജനങ്ങൾ അതിനോട് സഹകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇക്കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അവകാശമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇത്രയും മോശമായിട്ടുള്ളൊരു കാര്യം ഒരു സൊസൈറ്റി ചെയ്യുന്നൊരു ക്രിമിനലായിട്ടുള്ള ഒരാളെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യും. ടീഷ കേസിലാണെങ്കിലും പ്രതിയെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ തെളിവെടുത്തില്ല എങ്കിൽ അപ്പം അതിലൊക്കെ നമ്മൾ കൃത്യമായ ഒരു പക്വതയോടുകൂടി ഒരു ഡിസ്റ്റൻസ് കീപ്പപ്പ് ചെയ്യുന്ന ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് പ്രതിയെ കൊണ്ട് തെളിവെടുക്കുക എന്ന് പറയുന്നത് കേസന്വേഷണത്തിലെ നിർണായക കാര്യമാണ്. ആ തെളിവുകൾ ലഭിച്ചില്ല എങ്കിൽ ബെയിൽ ആപ്ലിക്കേഷൻ വരെ പരിഗണിക്കപ്പെടാവുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനോട് സഹകരിക്കണം. റൈറ്റ്. അഡ്വക്കേറ്റ് ആശ, ജനക്കൂട്ടം നീതി നടപ്പാക്കേണ്ടതുണ്ടോ? ദിലീപുമായി തെളിവെടുക്കാൻ പോയപ്പോൾ തൊടുപുഴയിൽ ഇറക്കാൻ കഴിഞ്ഞില്ല, തോപ്പുംപടിയിൽ ഇറക്കാൻ കഴിഞ്ഞില്ല, വാഹനത്തിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. MG റോഡിലെ അബാദ് പ്ലാസ ഹോട്ടലിൻ്റെ 410-ാം മുറിയിലേക്ക് കയറി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇറങ്ങി. ഈ പ്രക്രിയ കൊണ്ട് ഇങ്ങനെ നഗരം കാണിക്കൽ നടത്തി എന്നുള്ളതല്ലാതെ എന്ത് തെളിവാണ് കിട്ടിയത് എന്ന് അറിയുകയുമില്ല. ഈ തെളിവെടുക്കലൊക്കെ പ്രഹസനമായി മാറുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇതിൽ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സമയത്ത് ഓർത്തു പോകുന്നത് ഗോവിന്ദച്ചാമിയെ കോടതിയിൽ കൊണ്ടുവന്ന സമയത്ത് പടക്കം പൊട്ടിച്ചതും അതുപോലെ തന്നെ ജനങ്ങൾ കൂക്കി വിളിച്ച കാര്യമൊക്കെയാണ്. കാരണം അത്തരം മോബിൻ്റെ ഒരു റിയാക്ഷൻ വരുന്നത് പല രീതിയിൽ കേസ് അന്വേഷണത്തെയും
ജഡ്ജ്മെൻറ്റിനെയും ഒക്കെ സ്വാധീനിച്ചത് നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് മോബിൻ്റെ ഒരു റിയാക്ഷൻ സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അതുകൊണ്ട് മോബിന് എന്തും ചെയ്യാം എന്ന് പറയുന്ന രീതിയിൽ ലോ ആൻഡ് ഓർഡർ തകർക്കാൻ ആർക്കും നമുക്ക് അവകാശം കൊടുക്കാൻ സാധിക്കില്ല. പ്രതിബദ്ധതയുള്ള ജനങ്ങൾ തിരിച്ചറിയേണ്ട സംഗതി ഇൻവെസ്റ്റിഗേഷനുമായി സഹകരിക്കലാണ്. ഏറ്റവും സംയമനത്തോടെ പെരുമാറേണ്ടുന്ന ഒരു ഘട്ടത്തിൽ ആ രീതിയിൽ പെരുമാറണമെന്നാണ് ഈ സമയത്ത് റിക്വസ്റ്റ് ചെയ്യുന്നത്. കാരണം തെളിവ് എന്നത് വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു ഘടകമാണ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിൽ. അതിൻ്റെ തീർച്ചയാക്കപ്പെടലുകളിൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ലോ തീരുമാനിക്കുന്ന സമയത്ത് ജഡ്ജസിനെ ഏറ്റവും അധികം ഒരു ക്രൈമിലേക്ക് എത്തിക്കുന്നത് ഈ തെളിവുകളാണ്. അപ്പോൾ തെളിവുകളുടെ അഭാവം അല്ലെങ്കിൽ സംശയകരമായിട്ടുള്ള എല്ലാ അവസ്ഥകളും പ്രതിക്ക് അനുകൂലമായി നിൽക്കുകയുള്ളൂ. ഈ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് കുറ്റവാളിക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് എപ്പോഴും കുറ്റവാളിക്ക് കിട്ടും. ആ ഡൗട്ട് ഉണ്ടാവാത്ത രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ വളരെ ഭംഗിയായി പൂർത്തീകരിക്കണമെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു കോർത്തിണക്കലുകൾ ഈ തെളിവുകൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് പോലീസ് ഈ പ്രതിയെ കുറ്റകൃത്യം നടന്ന ഓരോ സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നതും അതുപോലെ അത് വളരെ കൃത്യമായി തന്നെ പ്രതി ചൂണ്ടിക്കാണിക്കുന്ന പ്രതിയെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. എവിഡൻസ് ആക്ട് വളരെ നിർണായകമായിട്ടുള്ള ചില സെക്ഷൻസ് ഉണ്ട്, റിക്കവറി സെക്ഷൻസൊക്കെ. ഇവിടെ റിക്കവറി സെക്ഷൻ മാത്രമല്ല, അതുകൊണ്ട് പ്രതി ലീഡ് ചെയ്യുന്ന ചില അവസ്ഥകൾ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിലുണ്ട്. ഈ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസ് ഈ രീതിയിൽ മാത്രം വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങളെ ഇങ്ങനെ കാണേണ്ടത്. ലോകത്തിൽ ഇപ്പോൾ ഒരു വിക്ടിംസ് ജൂറിസ്പ്രുഡൻസ് കൂടി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരുപക്ഷെ ഇതിങ്ങനെ ഒരു ചർച്ചാവേദിയിൽ മാത്രം സംസാരിക്കേണ്ട ഒരു വിഷയമല്ല. ഗഹനമായ ലോകത്തിൽ ഇന്ന് ഗഹനമായ രീതിയിൽ ക്രിമിനോളജിസ്റ്റുകൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വിക്ടിംസ് ജൂറിസ്പ്രുഡൻസ്. തീർച്ചയായും നമുക്ക് അതിലേക്ക് വരാം. ശ്രീ രാഹുൽ ഈശ്വർ, ഈ കാണുന്ന രോഷം തികച്ചും സ്വാഭാവികമാണ്. ജനങ്ങളെ ആരും ഇളക്കി വിടുന്നതുമല്ല. മലയാളിയുടെ മനസാക്ഷിയെ അത്രമേൽ ഉലച്ചിട്ടുണ്ട് ഈ സംഭവം. ആ സംഭവത്തിന് വഴിയൊരുക്കിയത് ദിലീപ് എന്ന നടന്റെ കൊട്ടേഷൻ ആയിരുന്നു എന്നുള്ളത് അത്രമേൽ ഞെട്ടലോടുകൂടിയാണ് ജനം കേട്ടത്. എന്നാലും അതൊക്കെ ശരിയാണെങ്കിലും പോലീസിന്റെ അന്വേഷണത്തെ തന്നെ ബാധിക്കുന്ന വിധത്തിൽ, തെളിവ് ശേഖരണത്തെ, തെളിവെടുക്കലിനെ ബാധിക്കുന്ന വിധത്തിൽ ജനങ്ങൾ പെരുമാറേണ്ട കാര്യമുണ്ടോ? ശ്രീ അഭിലാഷ് പറഞ്ഞത് ശരിയാണ്. ഇത് സ്വാഭാവികമായ പ്രതികരണമാണ്. ശ്രീ ദിലീപിനെ 15-16 വർഷങ്ങളിലധികമായിട്ട് അറിയാം. ഞങ്ങളൊക്കെ അദ്ദേഹം ഇങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിച്ചിരുന്നില്ല. ഇതുകൊണ്ട് തന്നെയാണ് പല മാധ്യമ ചർച്ചകൾക്കും പലതവണ വിളിച്ചിട്ടും ഈ വിഷയത്തിലൊന്നും ഞാനടക്കം പലരും ഇത്തരം വിഷയങ്ങളിൽ പോകാതിരുന്നത്. കാര്യം എങ്ങനെയാണ് ഇത് ഇവോൾവ് ചെയ്യുന്നതെന്ന് അറിയില്ല. ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ വന്നതിന് ശേഷം മാത്രം പ്രതികരിക്കാമെന്ന് കരുതിയത്. സംഭവിച്ച ദൗർഭാഗ്യകരമാണ്. മറ്റെന്ത് കേസാണെങ്കിലും ഒരുപക്ഷെ കേരള ജനത പൊറുക്കുമായിരുന്നു. അത് അഴിമതിയാണെങ്കിലും പൊറുക്കുമായിരുന്നു, ആനക്കൊമ്പിൻ്റെ കേസാണെങ്കിലും പൊറുക്കുമായിരുന്നു, പ്രോപ്പർട്ടി ഡീലാണെങ്കിൽ പൊറുക്കുമായിരുന്നു, വണ്ടിച്ചക്കാണെങ്കിൽ പൊറുക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഒരു സ്ത്രീയോട്, അതും ആ കുട്ടിയെ പോലെ നമുക്കെല്ലാം അറിയാവുന്ന വളരെ ബബിളിയായി നടക്കുന്ന ഒരു നടിയോട് അങ്ങനെ ചെയ്തത് വളരെ ദൗർഭാഗ്യകരമാണ്. അതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ റിയാക്ഷൻ ഉണ്ടാവുന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ 1-2 ദിവസത്തിലധികം ഒരു മിതത്വം പാലിച്ചില്ലെങ്കിൽ ഇതൊരു മോബ് ജസ്റ്റിസിലേക്ക് പോകും. കാര്യം ഇനി ഇദ്ദേഹത്തിനെതിരെ, കുറ്റാരോപിതനായ ശ്രീ ദിലീപിനെതിരെ ഇനിയും എത്രമാത്രം എവിഡൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പലപ്പോഴും ഒരു സോഷ്യൽ പ്രഷർ അദ്ദേഹത്തെ കൾപ്രിറ്റ് ആക്കാൻ വേണ്ടി ഉണ്ടാവും. ഇനി അദ്ദേഹത്തിന് അനുകൂലമായ ഒരു കാര്യം ഉരുത്തിരിഞ്ഞാൽ പോലും അത് അദ്ദേഹത്തിന്റെ ധനത്തിന്റെ മികവും സ്വാധീനത്തിന്റെ മികവുമാണെന്ന് പറയാൻ ഉള്ളൊരു നെറേറ്റീവ് ഉണ്ടാകും. അതുകൊണ്ട് ഒരു നെറേറ്റീവ് ബിൽഡിങ്ങിന്റെ കാര്യത്തിൽ പൊതുജനം കുറെ കൂടെ മിതത്വം പാലിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതൊന്നും ഒരുപക്ഷെ സാധാരണ ജനക്കാൾ ബോധപൂർവ്വം ചെയ്യുന്നതല്ല. എന്നിരുന്നാലും അറ്റ്ലീസ്റ്റ് രാഷ്ട്രീയ പാർട്ടികളെങ്കിലും, അത് BJP ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, കമ്മ്യൂണിസ്റ്റ് DYFI ആകട്ടെ, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് M ആകട്ടെ, അനാവശ്യ പ്രതിഷേധങ്ങളല്ല. ഇപ്പോഴാണെങ്കിൽ പോലും ഒരു പേഴ്സൺ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി എന്നുള്ളതാണ്. ആ ഗിൽറ്റി എന്ന് വിധിക്കാനുള്ള അവകാശവും അധികാരവും നമ്മുടെ കോടതികൾക്കാണ്. അങ്ങനെ കോടതികളിൽ നിന്ന് നെഗറ്റീവായ ഒരു പരാമർശം വരുന്നതിന് മുമ്പ് നമ്മളായിട്ട് ഒരു തെരുവിൽ വിചാരണ ചെയ്യുന്ന അവസ്ഥ വേണ്ട എന്നുള്ളതാണ്. അതാണ് താങ്കളുടെ നിലപാട്. ഏതായാലും പോലീസിന്റെ അന്വേഷണത്തെ ഇത്രയും ഭംഗിയായി കേസ് അന്വേഷിക്കുകയാണല്ലോ, അന്വേഷണത്തെ ബാധിക്കുന്ന വിധത്തിൽ, തെളിവെടുപ്പിനെ ബാധിക്കുന്ന വിധത്തിൽ ജനങ്ങൾ പ്രതികരിക്കാതിരിക്കുകയാണ് നല്ലത് എന്നാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത 3 പേരും പറഞ്ഞത്. അഡ്വക്കേറ്റ് മിനി, ഇവിടെ 120B ചാർജ് ചെയ്തിരിക്കുന്ന കേസാണ്. എല്ലാവരും പറയുക ഗൂഢാലോചന ഒരു കോടതിക്ക് മുൻപാകെ തെളിയിക്കുക എന്നുള്ളത് അല്പം ശ്രമകരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ്. ഇവിടെ 2 ദിവസമാണ് പോലീസ് കസ്റ്റഡി. ദിലീപിനെ 2 ദിവസം കസ്റ്റഡിയിൽ വെച്ച് പോലീസിന് തെളിവെടുക്കാം, വിവരങ്ങൾ ആരായാം. കസ്റ്റഡി കാലാവധി നീട്ടിക്കിട്ടുമോ എന്നറിയില്ല. ഈ കേസിനെ സംബന്ധിച്ച് ഈ തെളിവെടുക്കൽ ഘട്ടം എത്രമേൽ നിർണായകമാണ്? പോലീസിന് നേരിട്ടുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ?
അല്ല, അതിൽ നമ്മൾക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ കിട്ടിയിട്ടുള്ള തെളിവുകൾ പോലും അത് പ്രതിനെ കൊണ്ട് തെളിവ് എടുപ്പിക്കുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ പോലീസ് ചെയ്യുന്നത്. അതിലേക്ക് കൊറോബറേറ്റ് ചെയ്ത് കണ്ണി ചേർത്ത് എത്തിക്കുക എന്ന് പറയുന്ന നിർണായകമായിട്ടുള്ളൊരു ജോലിയാണ് ചെയ്യുന്നത്. ഇപ്പം ഇനി എന്തെങ്കിലുമൊക്കെ പല പല കാര്യങ്ങൾ പത്രങ്ങളിൽ അറിയുന്ന അല്ലെങ്കിൽ ചാനലുകളിൽ പറയുന്ന കാര്യങ്ങളല്ലേ ഞങ്ങളെപ്പോലുള്ള ആൾക്ക് മനസ്സിലാകുന്നുള്ളൂ. അതേസമയം നമ്മൾക്കതിൻ്റെ കൃത്യമായ FIR ഒക്കെ കോടതിയിൽ ഹാജരാക്കുമ്പോഴാണ് നമ്മൾക്കത് നോക്കി പരിശോധിച്ച് പറയാൻ കഴിയുക. പക്ഷെ ഇപ്പോൾ ഏറ്റവും പ്രധാനമായും പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കിട്ടി എന്ന് പറയുന്ന തെളിവുകൾ തന്നെ അത് ഉറപ്പിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി ചെയ്യുക തന്നെ വേണം. അത് ചെയ്തില്ലെങ്കിൽ അത് ആ കേസിനെ വലിയ രീതിയിൽ ദുർബലപ്പെടുത്തുകയും നമ്മളിപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഒരു പ്രതിയെ ഇത്തരം കേസുകളിൽ അറസ്റ്റ് ചെയ്താൽ മാത്രം പോരാ. അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ യഥാർത്ഥത്തിൽ കുറ്റവാളികളാണ് എങ്കിൽ അവരെ ശിക്ഷിക്കുന്നതിനുള്ള തെളിവുകൾ ശേഖരിച്ച് അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും ഞാൻ മടങ്ങിയെത്താം അഡ്വക്കേറ്റ് മിനി. സജി നന്ദിയാട്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ സജി നന്ദിയാട്ട്, ഈ കൂവൽ ദിലീപിന് മാത്രം ഉള്ളതാണോ? ദിലീപിനെ ന്യായീകരിച്ചവർക്കും കൂടി ഉള്ള കൂവലല്ലേ ഇത്? സ്വാഭാവികമായിട്ടും ഒരു പ്രതിയായിട്ട് ഒരു നായകനെ കൊണ്ടുവരുമ്പോ ജനക്കൂട്ടത്തിന്റെ ഒരു ഇടയ്ക്ക് നിന്നു അങ്ങനെയൊക്കെ വരുന്നത് സ്വാഭാവികമാണ്. അപ്പൊ അത് നമുക്കിപ്പോ അവരുടെ കൂവരെന്ന് പറയാൻ പറ്റത്തില്ല. അത് പലതരത്തിലുള്ള വ്യത്യസ്ത ആൾക്കാരല്ലേ. അവര് നോക്കുമ്പോ അവര് സ്നേഹിച്ച നടനെ ഇങ്ങനെ കൊണ്ടുവരുന്നത് കാണുമ്പോ അവര് ചിലപ്പോ അതില് ഉള്ള അവരുടെ അവസ്ഥമാവാൻ പല രീതിയിൽ അത് ചെയ്യും. പിന്നെ ഇപ്പൊ നമുക്കിപ്പോ പറയാൻ പറ്റുന്ന പോലീസ് ഇപ്പോ ഇതാണ് പ്രതി നമ്മൾ പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കാതിരിക്കുക പറ്റുന്ന കാര്യമല്ല. പിന്നീട് കോടതിയില് പ്രോപ്പറായിട്ടുള്ള ട്രയൽ നടക്കുന്നതാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് കുറച്ചുകൂടെ നമുക്ക് വ്യക്തമാണ്. അല്ല, ട്രയൽ നടക്കണം, അതൊക്കെ ശരിയാണ്. പക്ഷേ പബ്ലിക്കിന്റെ മൂഡ് എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? പൊതുജനങ്ങൾ വൈകാരികമായി പ്രതികരിക്കും. അവരെത്ര സ്നേഹിച്ചൊരു നടന്ന് ഇങ്ങനെ വരുമെന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അതിനകത്ത് ബുദ്ധിമുട്ടും മാനസിക വിഷമം ഉണ്ടാവും. സ്വാഭാവികമല്ല, ഇപ്പം ആരായാലും എന്താ. പക്ഷേ ഇതിനകത്തിപ്പോ PC ജോർജ് ഒരു വാദം പറയുന്നുണ്ട്. PC ജോർജ് പറയുന്നത് ഇപ്പോൾ ഒട്ടും ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളിൽ ഈ ദിലീപിന്റെ അറസ്റ്റിൽ വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞ അദ്ദേഹം ഇങ്ങനെ പ്രസ്താവന നടത്തി മറ്റു ചാനലുകളിൽ സംസാരിക്കുന്നു. അപ്പൊ സിനിമാ ലോകത്തിലും പൂർണ്ണമായും വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട് ഈ കാര്യം. എങ്കിലും അത് പ്രോപ്പർ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ തീർച്ചയായും സിനിമാ ലോകം വിശ്വസിക്കും. ഇപ്പൊ പ്രതിയായി ഒരാളെ പോലീസ് പറയുന്നു ഇയാളാണ് പ്രതി, നമുക്ക് വേറെ നിവൃത്തിയില്ല, നമ്മൾ അത് വിശ്വസിക്കാൻ മാത്രമേ ഉള്ളൂ. പോലീസ് പറയുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾ അത് വിശ്വസിക്കുന്നു. എങ്കിൽ കൂടിയും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രയൽ നടക്കുമ്പോൾ ഇതിന്റെ കണ്ണികളൊക്കെ അഡ്വക്കേറ്റ് മിനി പറഞ്ഞ കണ്ണികളൊക്കെ ശക്തമായി കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഇതിനകം അദ്ദേഹം ശരിക്കും ഇതിനകത്ത് എന്താണ് നടന്നതെന്ന് നമുക്ക് യാഥാർത്ഥ്യം. അല്ല, അത് പോലീസ് അന്വേഷിക്കും, കുറ്റപത്രം കൊടുക്കും, വിചാരണ നടക്കും, അത് അതിന്റെ വഴിക്ക് നടക്കും. ഇപ്പോൾ ജനങ്ങൾ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുമ്പോൾ ദന്തഗോപുരവാസികളാണെന്ന് ധരിച്ചിരുന്നവർക്ക്, ഞങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും മുകളിലാണ് എന്ന് ധരിച്ചിരുന്ന ആളുകൾക്ക്, ഞങ്ങളുടെ സ്വാധീനം എല്ലാത്തിൽ നിന്നും രക്ഷിക്കുമെന്ന് വിചാരിച്ചിരുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു സന്ദേശം, ഒരു പാഠം വലുതല്ലേ? തീർച്ചയായും നമ്മളിപ്പോ ആരായാലും ജനങ്ങളുമായി ബന്ധപ്പെട്ട മുന്നോട്ട് പോകും. സിനിമ വിജയിപ്പിക്കുന്ന ജനങ്ങളല്ലേ, അതായത് സിനിമാക്കാരല്ലേ. ഒരു ഇലക്ഷൻ നിൽക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥി വിജയിപ്പിക്കുന്ന ജനങ്ങൾ, എല്ലാം ജനങ്ങളിൽ അധിഷ്ഠിതമായ കാര്യങ്ങളാണല്ലോ. നമ്മളെല്ലാം സമൂഹത്തിന്റെ ഭാഗമല്ല. അപ്പൊ സമൂഹമില്ലാതെ നമുക്ക് അറിഞ്ഞു. ഫോൺ കട്ടായി, ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. അലി അക്ബർ സംവിധായകൻ, കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്ന്. ശ്രീ അലി അക്ബർ, ഈ കൂവൽ ഈ സംഭവത്തെ എതിർക്കാതിരുന്നവർക്കും, അതായത് ഈ സംഭവം ഉണ്ടായതിനു ശേഷം ആ പെൺകുട്ടിക്കൊപ്പം നിൽക്കാതിരുന്നവർക്കും, ഇതിനെ നിസ്സാരവൽക്കരിച്ചവർക്കും, ഞങ്ങൾ ഇരക്കൊപ്പമല്ല വേട്ടക്കാരനൊപ്പമാണ് എന്ന് പറയാതെ പറഞ്ഞവർക്കും ഒക്കെയുള്ള കൂവലല്ലേ? തീർച്ചയായിട്ടും ഈ കൂവൽ മലയാള സിനിമയുടെ ഈ സംഘടനയുടെ മുകളറ്റത്തിരിക്കുന്ന ഓരോരുത്തരുടെയും ചെവിയിലേക്കാണ് അത് വന്ന് വീഴുന്നത്. അത് മാത്രമല്ല, മലയാള സിനിമയ്ക്കും ഈ സിനിമയിൽ പ്രവർത്തിക്കുന്ന എനിക്കും ആ കൂവൽ കേൾക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ആ ഒരു പ്രസ്ഥാനത്തെയാണ് ഈ ജനങ്ങൾ കൂവി ഇല്ലാതാക്കുന്നത്. ഇത് ഞങ്ങൾ ഒരു 10 വർഷം മുമ്പ് പ്രതീക്ഷിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഷോക്കില്ല, ഞങ്ങൾക്കൊന്നും ഷോക്കായിട്ട് അനുഭവപ്പെടുന്നില്ല. കാരണം ഞങ്ങൾ അന്ന് മുതലേ പറയുന്നുണ്ട് മലയാള സിനിമ നയിക്കുന്നത് മാഫിയയാണ്. ആ മാഫിയെ ഈ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയാൽ മാത്രമേ ഈ ചലച്ചിത്ര മേഖല നന്നാവൂ എന്ന് പറയുന്നതാണ്. അന്ന് അത് പറഞ്ഞത് കൊണ്ട് പുറത്തു പോയ ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അപ്പോൾ ഈ കൂവൽ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന കൂവലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞെട്ടലുണ്ടാക്കുന്നില്ല. പക്ഷേ ഇത് കൂവൽ കേട്ടിട്ടും ഇത് കൂവലല്ല എന്ന് പറഞ്ഞ്
ഞങ്ങൾ ഇതിലൊന്നും ഭാഗമല്ല എന്ന് പറഞ്ഞിരിക്കുന്ന നേതൃത്വം അവരൊന്ന് ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്. അവരിറങ്ങിപ്പോകേണ്ട സമയമായിട്ടുണ്ട്. ഈ കൂവൽ ഞങ്ങൾക്ക് നേരെയാണ്, ഇനി ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ അർഹരല്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകേണ്ട സമയമാണ് ഇത് യഥാർത്ഥത്തിൽ. ശരി, അഡ്വക്കേറ്റ് ആശ, ഈ കൂവൽ ഒരു ബലാത്സംഗത്തിനെതിരെയുള്ള പൊതുബോധ നിർമ്മിതിയുടെ ഭാഗമായി ഉണ്ടാകുന്ന ഒന്നാണെന്നും ജനങ്ങൾക്ക് സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾ അത്ര അസഹനീയമായി തോന്നുന്നത് കൊണ്ടാണിത് എന്നുമൊക്കെ ചിന്തിക്കാറായോ? അങ്ങനെയുള്ള ഒരു പൊതുബോധം ഇവിടെ രൂപപ്പെടുകയും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളോട് ജനങ്ങൾ സ്വാഭാവികമായും അവരുടെ അണപൊട്ടി ഒഴുകുന്ന രോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ ഈ കാണുന്നത് എന്ന് 100% ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അത് പാപം ചെയ്യാത്തവൻ കല്ലെറിയുക എന്നൊക്കെ പറയുന്ന പോലെ ഈ മോബിൽ വരുന്ന എല്ലാവരും വളരെ കൃത്യമായി തന്നെ സ്ത്രീകളോട് അന്തസ്സോടെയും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും കരുതലോടെയും പെരുമാറിക്കൊണ്ടിരിക്കുന്നവരാണ് എന്ന് നമുക്ക് 100% വിശ്വസിക്കാൻ സാധിക്കില്ല. എന്നിരുന്നാലും ഈ ഒരു സൈക്കോളജി ഉണ്ട്. ആ മോബ് സൈക്കോളജിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ മോബ് സൈക്കോളജിയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ മോബ് സൈക്കോളജിയിൽ നിന്നുകൊണ്ട് കേരളത്തിലെ സ്ത്രീകളുടെ അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകളുടെ അന്തസ്സിന് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൃത്യമായി തന്നെ തെരുവിൽ കൈകാര്യം ചെയ്തുകൊള്ളും എന്ന് ആശ്വസിക്കാൻ നമുക്ക് പറ്റില്ല. ഇപ്പോഴും ഒറ്റയാകുന്ന ഇടങ്ങളിലോ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലോ ഒക്കെ തന്നെ സ്ത്രീകൾ പല രീതിയിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിത് ചർച്ച ചെയ്യുമ്പോഴും തെരുവിലെ സ്ത്രീ ജീവിതം സുരക്ഷിതമല്ല. ഈ സൈക്കോളജി, ഈ മോബിൻ്റെ ഈ വയലൻസ് അല്ലെങ്കിൽ ഈ മോബിൻ്റെ ഇടപെടൽ ഒരിക്കലും നമ്മളെ സഹായിക്കില്ല. ഇത് എന്തുകൊണ്ടാണ് ഈ മോബ് വയലൻസ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് പരിശോധിച്ചാൽ ഇത് ഒരു അവരുടെ താരസങ്കല്പങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ചില ഇടിവുകളുടെ മുകളിലാണ്. കാരണം മലയാളികൾ എപ്പോഴും ചില കോട്ടിൽ പറയുകയാണെങ്കിൽ ചില സെലിബ്രിറ്റികളുടെ പുറകെ പോയാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ആ സെലിബ്രിറ്റികളുടെ ജീവിതം ഒരു കഥാരസമായിട്ട് സ്വന്തം ജീവിതത്തിൽ കാണുകയും അത് കണ്ട് സന്തോഷിക്കുകയും അങ്ങനെ ഒരു സാങ്കല്പിക ഒരു ലോകത്ത് ജീവിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അവിടെയാണ് അവർ കൂടുന്നത് സ്വന്തം മനസ്സാക്ഷിക്ക് നേരെ തന്നെയാണെന്ന് അവർ തിരിച്ചറിയുന്ന സമയത്ത് മാത്രമേ അവർ ചെയ്യുന്ന പ്രവൃത്തി എന്തെന്ന് ഒരിക്കലും ഈ രീതിയിലാവരുതെന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പം ഈ ദിലീപ് എന്ന ഒരു വ്യക്തിയെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ കറുത്ത ഒരു പൊട്ടായിട്ട് മാത്രം കണ്ട് ചുരുക്കുന്ന ഈ ഒരു പ്രവണത ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ഐസ്ബർഗിൻ്റെ ഒരു ടിപ്പ് മാത്രമാണ് ദിലീപ് എന്നാണ് എനിക്ക് വിശ്വസിക്കാൻ താല്പര്യം. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഒരു ദിലീപ് എന്നൊരാളെ കയ്യിൽ കിട്ടിയതുകൊണ്ട് എല്ലാ രോഷവും അയാളിലേക്ക് തീർത്ത് ഇതോടുകൂടി ശുദ്ധികലശം ചെയ്ത് അങ്ങനെ ജനങ്ങൾ ഈ എല്ലാ ദുഷിപ്പുകളുടെയും പ്രതീകമായി ദിലീപ് എന്ന ആളെ കാണുന്നത് കൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തേക്ക് വന്നത് ഇങ്ങനെ ദുഷിപ്പുകൾ സംബന്ധിച്ച വിവരങ്ങളുടെ ഒരു മലവെള്ളപ്പാച്ചിലാണ്. പലതരത്തിലുള്ള ദ്രോഹങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ആളുകൾ തുറന്നു പറയുന്നത് ജനങ്ങൾ കാണുകയാണ്. അതുകൊണ്ട് നിലനിൽക്കുന്ന പുഴുക്കുത്തുകളുടെ ഒരു അടയാളമായി, ഒരു പ്രതീകമായി, ഒരു ചിഹ്നമായി ദിലീപിനെ കാണുന്നത് കൊണ്ടല്ലേ സാത്താനെ കല്ലെറിയുന്നത് പോലെ ദിലീപിനെ കല്ലെറിയുന്നത്? അഭിലാഷ്, നമ്മള് മനുഷ്യരല്ലേ, നമ്മൾക്ക് എല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളും ഇല്ലേ? നമ്മൾ കുറ്റം പറയുന്നവരെല്ലാം അവരവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കണ്ണാടി എന്ന് തിരിച്ചു വെച്ചാൽ നമുക്ക് മറ്റുള്ളവരെ കുറ്റം പറയാൻ പറ്റുമോ? യേശുക്രിസ്തു പറഞ്ഞല്ലോ, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ എന്നെ കല്ലെറിയട്ടെ. ഇവിടെ ഇപ്പൊ സാധാരണ അല്ല, ഇതിൽ സ്വകാര്യ ജീവിതത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള നിലപാടുകളുടെയോ താളപ്പുഴകളുടെയോ പ്രശ്നമല്ല. ഒരു ക്രൈം, ഒരു വലിയ മൃഗീയമായ ഹീനമായ ഒരു കുറ്റകൃത്യം നടന്നു എന്നുള്ളതാണ്. അതല്ലാതെ സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഏതെങ്കിലും കാര്യത്തെ ആരും പൊതുജന മധ്യത്തിലേക്ക് വലിച്ചിഴക്കുന്നില്ല. അല്ല, ഞാൻ ദിലീപിനെ ഞാൻ സാമാന്യവൽക്കരിച്ച് പറഞ്ഞാണ്. ശരി, എല്ലാരും നമ്മൾ കുറ്റം പറയുമ്പോ എല്ലാരും അവരവരുടെ സ്വകാര്യ ജീവിതത്തെ നമുക്കറിയാലോ. നമ്മൾ ശവോടക്കിന് പോകുമ്പോ ആ ശവപ്പെട്ടിയുടെ മുകളിലോട്ട് വഴിയെ പോകുന്നവരെല്ലാവരും മണ്ണെടുത്തിരുന്നൊരു സ്വഭാവം നമുക്കുണ്ട്. എല്ലാവരും ഒരു മണ്ണ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇപ്പൊ നമ്മൾ ദിലീപിന് എതിരായി സംസാരിക്കുന്നത് മാത്രമാണ് നമ്മൾ കാണുന്നത്. ആയിരക്കണക്കിന് ആൾക്കാർ ദിലീപ് നന്മ ചെയ്തവരെ ചാനലിൽ കാണുന്നില്ല. സ്വാഭാവികമായിട്ട് അവർക്ക് ആർക്കും ദിലീപിനെ സപ്പോർട്ട് ചെയ്യാൻ പേടിയെടുക്കും. കാരണം ഇങ്ങനെ ഒരു അവസരത്തിൽ ആർക്കാണ് പേടി വരാത്തത്? ഞങ്ങളൊക്കെ വളരെ സ്പീഡിലാണ് സംസാരിക്കുന്നത്. കാരണം ഇപ്പം പി സി ജോർജ് തന്നെ പറയുന്ന ഒരു വേഷൻസ് ഉണ്ട്, ഇതൊന്നും വിശ്വസനീയമല്ല. മലയാള സിനിമയിൽ ആർക്കും വിശ്വസിക്കാൻ സാധിക്കത്തില്ല. പക്ഷെ നമുക്കത് ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ നമ്മളോട് അല്ല, മലയാള സിനിമയിൽ ആർക്കും വിശ്വസിക്കാനാകുന്നില്ല എന്ന് എങ്ങനെയാണ് താങ്കൾ പറയുക? താങ്കൾക്ക് വിശ്വസിക്കാനാകുന്നില്ലെങ്കിൽ അത് എനിക്കിത് വിശ്വസിക്കാനാകുന്നില്ല എന്നാണ് പറയേണ്ടത്. അല്ല, ഞങ്ങൾ എന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ജനറൽ ബോഡിയായിരുന്നു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ആർക്കും ദിലീപ് ഇക്കാര്യത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നില്ല.
അല്ല, എല്ലാവരും പറയുന്നത് ഇങ്ങനെ, അത് അങ്ങനെയല്ല പറയുന്നത്. ഇത് തെറ്റ് ചെയ്തില്ല എന്ന് 100% ഉറപ്പോടെ അല്ല പറയുക. എന്നാലും ഇത് ദിലീപ് ചെയ്യുമോ എന്നൊരു സങ്കടം എല്ലാവരുടെ മനസ്സിലുണ്ട്. അതല്ലാതെ നമ്മളിപ്പോ ഈ ദിലീപിന്റെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. ദിലീപ് ഒരു ക്രൂരനായിരുന്നെങ്കിൽ എല്ലാവരും ആദ്യം തന്നെ പറഞ്ഞേനെ ഇയാളത് ചെയ്യുമെന്ന്. പക്ഷെ എന്താണെന്ന് നമുക്ക് ആർക്കും വ്യക്തതയില്ല. അപ്പൊ പോലീസ് പറയുന്നു ഇയാൾ പ്രതി, അത് വിശ്വസിക്കുക. രണ്ടാമത് പ്രോപ്പറായ ഡ്രൈവ് നടക്കുമ്പോ നമുക്ക് ഇതിനകത്ത് ശരിയായ വിവരങ്ങൾ കിട്ടും. അതല്ലാതെ നമുക്ക് ഈ അവസരത്തിൽ എന്താണ് പറയാൻ ശരി, പറ്റുക? ദയവായി തുടരണം. ശ്രീമതി ഭാഗ്യലക്ഷ്മി തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ജനക്കൂട്ടം നീതി നടപ്പാക്കുന്നത് ശരിയല്ല, പക്ഷേ ഇവിടെ ഈ കൂവാനും അസഭ്യം പറയാനും ഒക്കെ ആയി തടിച്ചുകൂടുന്ന ജനങ്ങളുണ്ടല്ലോ, അവർ പുലർച്ചെ, ഉച്ചയ്ക്ക്, രാത്രിയിൽ മഴയെന്നോ വെയിലെന്നോ തണുപ്പെന്നോ ഒന്നും ഓർക്കാതെ ഫ്ലക്സ് വെക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും സിനിമയ്ക്ക് ക്യൂ നിൽക്കാനും പോകുന്നവരാണ്. അതേ ജനക്കൂട്ടമാണ് ഇന്ന് കൂവുന്നത്, ഇന്ന് അസഭ്യം പറയുന്നത്. അവരുടെ ആ കൂവൽ യഥാർത്ഥത്തിൽ ചെന്നു കൊള്ളുന്നത് മലയാള സിനിമയുടെ നെഞ്ചത്ത് തന്നെയല്ലേ? നൂറ് ശതമാനം ശരിയാണ്. ഞാൻ അതായത് ഈ സംഭവം നടന്ന അന്നു മുതൽ ഈ പെൺകുട്ടിക്ക് വേണ്ടി ഇതിന്റെ യഥാർത്ഥ പ്രതിയെ പിടിക്കണം എന്നൊരു വാദത്തിൽ തന്നെയായിരുന്നു. പക്ഷേ ഇന്നിപ്പോ ഒരു 3 ദിവസമായിട്ട് മലയാള സിനിമയെ ഒരു വ്യക്തി ചെയ്ത ഒരു വലിയൊരു കുറ്റം തന്നെയാണ്. പക്ഷെ ആ ഒരു വ്യക്തിയാണ് മലയാള സിനിമ എന്നൊരു അവസ്ഥയിലേക്ക് സമൂഹവും മാധ്യമങ്ങളും അങ്ങോട്ട് വലിച്ചു കീറി വിമർശിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്, ഒപ്പം കുറ്റബോധവുമുണ്ട്. സങ്കടം നിങ്ങളെല്ലാം വലിച്ചു കീറുന്നതിനാണ്. കുറ്റബോധം ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞു, ഞാൻ എഴുതുകയും ഒക്കെ ചെയ്തു. ഇത്രത്തോളം ഇത് വളരാൻ നമ്മുടെ ഇടയിലുള്ളവർ തന്നെയായിരുന്നു ഏറ്റവും കാരണം. ഞാൻ മറ്റൊരു ചാനലിൽ പറഞ്ഞ കാര്യം ഇവിടെ വീണ്ടും ആവർത്തിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഓരോ വിഭാഗവും, അതായത് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഒരാൾ ഇത്തരം കേസുകളിൽ ഇടപെട്ടാൽ ആ പാർട്ടിക്കാർ അവരെ സംരക്ഷിക്കുന്നു, എല്ലാ പാർട്ടിക്കാരും അവരവരുടെ ആളുകളെ സംരക്ഷിക്കുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞങ്ങളുടെ സിനിമയിൽ ഇങ്ങനെയൊരു ഇങ്ങനെ ഇതിനു മുമ്പ് നടന്നിട്ടില്ലേ. അതായത് പലരും ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് പരാതി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഹരിക്കപ്പെടുമായിരുന്നു. പക്ഷെ ആരും പരാതിപ്പെട്ടിട്ടില്ല. ഭയന്നിട്ടായിരിക്കാം, തീർച്ചയായിട്ടും അവരവരുടെ നിലനിൽപ്പിനെ ഭയന്നിട്ടായിരിക്കാം. ഇങ്ങനെ ഒരു പെൺകുട്ടി ആദ്യമായിട്ടാണ് നമ്മുടെ മുൻപിൽ ഇങ്ങനെ ഒരു പരാതിയുമായിട്ട് വരുന്നത്. അപ്പോൾ സിനിമാ ലോകം ഒന്നടങ്കം ആദ്യം മുതൽ തന്നെ ഇത് പ്രതികരിക്കണമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ വാദം. ആ പ്രതികരിക്കാതിരുന്നത് കൊണ്ടാണ് ഇന്നലെ നമ്മുടെ ഏറ്റവും വലിയ നടന്മാരായ മമ്മൂട്ടി, മോഹൻലാലും മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ പുറത്തു നിന്ന് ആളുകൾ ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് മുൻപേ ഇത് പറഞ്ഞില്ല? എന്തുകൊണ്ട് അമ്മയുടെ മീറ്റിംഗിൽ നിങ്ങൾ തീരുമാനമെടുത്തില്ല? അമ്മയുടെ മീറ്റിംഗിൽ ഇദ്ദേഹം അന്ന് ഇങ്ങനെ ഒരു കുറ്റവാളിയാണെന്നോ ഇത്തരത്തിലൊരു ഇതിലേക്ക് പോയിട്ടില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു ആരോപണം നിൽക്കുന്ന ഈ അവസ്ഥയിൽ തൽക്കാലം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നൊന്ന് മാറി നിൽക്കൂ എന്ന് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ നമ്മുടെ പല നടന്മാരും പല നടിമാരും കാണിക്കണമായിരുന്നു. അവരത് കാണിച്ചില്ല. രണ്ടാമത്, സിനിമയ്ക്കകത്ത് ഒരു വല്ലാത്തൊരു കുത്തഴിഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിയന്ത്രിക്കാൻ ഇന്ന് സിനിമയുടെ വക്താക്കൾ എന്ന് പറയുന്ന ഇവർക്ക് മാത്രമേ സാധിക്കൂ. അത് നിർമ്മാതാക്കളും സംവിധായകരെക്കാൾ, കാരണം ഇന്ന് എന്തായാലും അവരുടെ കയ്യിലാണല്ലോ സിനിമ. അത് അവർ പറയുന്ന സംവിധായകൻ, അവർ പറയുന്ന നടന്മാർ, അവർ പറയുന്ന ക്യാമറാമാൻ എല്ലാം അവർ തന്നെയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് സിനിമയ്ക്കകത്ത് ഇങ്ങനെ ഒരു മോശമായ ഒരു പ്രവണത നിലനിൽക്കുന്നു? മയക്കുമരുന്ന് പലതും ഉണ്ട്. അത് നിയന്ത്രിക്കാൻ ഇവർ ബാധ്യസ്ഥരാണ്. കാരണം ഈ സിനിമയാണ് അവരെ ഇത്രത്തോളം എത്തിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ആ സിനിമയോട് അവർ ആ കടപ്പാട് കാണിക്കണമായിരുന്നു. അത് കാണിക്കാതിരുന്നത് കൊണ്ടാണ് ഇന്നലെ അവർക്ക് അത്രയേറെ പ്രതിഷേധം പൊതുജനങ്ങളിൽ നിന്നുണ്ടായത്. ഇന്ന് ദിലീപ് പല സ്ഥലങ്ങളിലും ദിലീപിനെ കൊണ്ടുപോകുമ്പോൾ ജനങ്ങൾ ഏറ്റവും അധികം ഇങ്ങനെ പ്രതിഷേധിക്കുന്നത് അവരോട് കാണിച്ച വിശ്വാസ വഞ്ചനയാണ്. കാരണം നന്മയുടെ പ്രതീകമായിരുന്ന കഥാനായകന്റെ കഥാപാത്രം ചെയ്ത ഒരു നായകനാണ്. അപ്പൊ നീ ഇത്രയും കാലം സ്വന്തം ജീവിതത്തിലും അഭിനയിക്കുകയായിരുന്നോ എന്ന് സമൂഹം ചോദിക്കുകയാണത്. അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് ഞങ്ങൾ എല്ലാവരും തന്നെ. അദ്ദേഹത്തെ വെച്ച് സിനിമ ചെയ്തവരും നിർമ്മാതാക്കളും എല്ലാവരും ബാധ്യസ്ഥരാണ്. തീർച്ചയായിട്ടും സിനിമാ ലോകം സമൂഹത്തിന് മുൻപിൽ വല്ലാതെ തലകുനിഞ്ഞ് നിൽക്കുന്നുണ്ട്. വ്യക്തമാണ് ആ നിലപാട്, ക്രിസ്റ്റൽ ക്ലിയർ ആണ് നിലപാട്. ശ്രീ രാഹുൽ ഈശ്വർ, എന്തുകൊണ്ട് ജനം ഇങ്ങനെ പ്രതികരിക്കുന്നു? എന്താണ് ഈ ആൾക്കൂട്ട മനഃശാസ്ത്രത്തിന്റെ പിന്നിൽ എന്ന് ചോദിച്ചാൽ
ഒരു പെൺകുട്ടി ഭീകരമായ ആക്രമണത്തിന് ഇരയാകുന്നു. ആ പെൺകുട്ടിക്കൊപ്പമല്ല ആ പെൺകുട്ടിയുടെ സംഘടന, ആ പെൺകുട്ടിയുടെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും പ്രമുഖരായ ആളുകൾ, ഈ സമൂഹത്തെ തന്നെ നിയന്ത്രിക്കാൻ കഴിവുള്ള സമ്പത്തും സ്വാധീനവും ഉള്ളവരൊക്കെ മറുപക്ഷത്താണ് എന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടാവുകയും ആ പെൺകുട്ടി അരക്ഷിതയാണ്, അവർ വീണ്ടും വീണ്ടും മുറിവേൽക്കപ്പെടുന്നു എന്ന തോന്നൽ പൊതുസമൂഹത്തിന് ഉണ്ടാവുകയും ചെയ്യുന്നത് കൊണ്ടാണല്ലോ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രീ അഭിലാഷ് പറഞ്ഞതിലൊരു കാര്യമുണ്ട്. കാര്യം വുമൻസ് കളക്റ്റീവ് അടക്കം ഉള്ള കാര്യങ്ങൾ തുടങ്ങിയതും ഇത്തരം കാര്യങ്ങളെല്ലാം ബന്ധിപ്പിച്ച് തന്നെയാണ് ഇന്നൊരു നെറേറ്റീവായിട്ട് എല്ലാവരും പറയുന്നത്. എന്ത് സത്യസന്ധമായി പറഞ്ഞാൽ ഈ രംഗത്തെ പലരോടും പല പ്രമുഖരോടും ഈ വിഷയം സംസാരിച്ചു. ഇന്നലെ മിനിഞ്ഞാന്ന് അറസ്റ്റിലാകുന്നത് വരെ ആരും വിശ്വസിച്ചിരുന്നില്ല ഇദ്ദേഹമാണ് ഇതിന് പിന്നിലെന്ന്. ഇപ്പോൾ പോലും അങ്ങനെ അദ്ദേഹം അല്ല എന്ന് വിശ്വസിക്കുന്നവരും ശ്രീ PC ജോർജ് ഉയർത്തുന്ന വാദഗതികളിൽ വിശ്വസിക്കുന്ന ആൾക്കാരുമുണ്ട്. സത്യം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ കോടതിയുടെ അടക്കമുള്ള വ്യാഖ്യാനങ്ങൾ വന്നാലേ ഒരു ഫൈനാലിറ്റി ഈ കാര്യത്തിൽ ഒരുപക്ഷെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ രണ്ടുപേരും ഒരേപോലെ പ്രിയപ്പെട്ടവരാണ്. ആ പ്രത്യേക നടിയും ഇദ്ദേഹം ഒരുപക്ഷെ നമ്മുടെ മൂവി ഇൻഡസ്ട്രിയിലെ ഏറ്റവും പവർഫുൾ ആയ ആൾക്കാരിലൊന്നാണ്. ഒരു മിമിക്രി കലാകാരനിൽ നിന്ന് തന്റെ ജീവിതത്തിലെ കഠിനാധ്വാനം വഴി, ഒരുപക്ഷെ സ്ട്രാറ്റജിസ്റ്റ് എന്ന് അദ്ദേഹത്തെ വിളിച്ചേക്കാം, കഠിനാധ്വാനം വഴി അദ്ദേഹത്തിൻ്റെതായ പവർ പ്ലേസ് എന്ന് വിളിച്ചേക്കാം, അതുവഴി മലയാള മൂവി ഇൻഡസ്ട്രിയിലെ ഏറ്റവും പ്രമുഖനായ ഒരാളായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ് ഉണ്ടായിരുന്നു, ജനപ്രിയ നായകനായിരുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ആൾക്കാർ ഇത്തരം ഒരു കാര്യം ഇദ്ദേഹം ചെയ്യുമോ, ശ്രീ ദിലീപ് ചെയ്യുമോ എന്ന് സംശയിച്ച ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇപ്പോൾ പോലും പല ആൾക്കാർക്കും അത് പൂർണ്ണ ബോധ്യത്തിലേക്ക് എത്തിയിട്ടില്ല. ശ്രീ ജയറാമിന്റെ ഒക്കെ വാക്കുകളിൽ നിന്ന് അത് തന്നെയാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല അമ്മയുടെ മീറ്റിംഗിലടക്കം നടി ആക്രമിക്കപ്പെട്ട അടുത്ത ദിവസം ശ്രീ ദിലീപ് ശക്തമായി അതിനെതിരെ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ സാധാരണക്കാർ, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവർ, ഇത്രയധികം ക്യാരക്ടേഴ്സിനെ അഭിനയിച്ച് ഫലിപ്പിച്ചവർ പോലും ഇദ്ദേഹം പറയുന്ന കാര്യം വിശ്വസിക്കുകയാണ്. ആ വിശ്വാസം കൂടിയാണല്ലോ തകർന്നത്. അദ്ദേഹം ജിഷ പീഡിപ്പിക്കപ്പെട്ട വേളയിൽ ഫേസ്ബുക്കിൽ എഴുതുന്നു, ഇനി യഥാർത്ഥത്തിൽ സമൂഹം നീതി നടപ്പാക്കേണ്ട കാലമാണ് എന്ന്. ആ പറഞ്ഞ ആളാണ് ഇതിലെ പ്രതി എന്ന് വരുമ്പോൾ എന്തൊരു വലിയ രോഷമായിരിക്കും സമൂഹത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രശ്നം. ശ്രീ അലി അക്ബർ, ഇവിടെ സിനിമ എന്ന പ്രസ്ഥാനം മുഴുവനായി ഈ സംഭവത്തോട് സ്വീകരിച്ച സമീപനം, സ്വന്തം കൂട്ടത്തിൽ ഒരാൾക്ക് മുറിവേറ്റിട്ട് ആ മുറിവേറ്റ ആളോട് അനുതാപം കാണിക്കുന്നില്ല എന്ന് വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായത് ഇതിനെ ഇത്രമേൽ ഈ സിനിമയ്ക്ക് തന്നെ ജനങ്ങൾ എതിരാകുന്ന വിധത്തിൽ, അല്ലെങ്കിൽ മറ്റ് സിനിമാ താരങ്ങൾ കൂടി, സാങ്കേതിക പ്രവർത്തകർ കൂടി, സംവിധായകർ കൂടി ഇതിന്റെ പഴിയൊക്കെ കേൾക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ രോഷം ഏറ്റുവാങ്ങേണ്ടി വരുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എന്നെത്തിച്ചില്ലേ? തീർച്ചയായിട്ടും ആ സഹോദരിയെ ജനങ്ങൾ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. ആ സഹോദരിക്ക് വേണ്ടി ആരും സംസാരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഇരയുടെയും വേട്ടക്കാരൻ്റെയും കൂടെയാണ് എന്നുള്ള ഒരു സമീപനം തന്നെയാണ് ഇതിൻ്റെ ആദ്യത്തെ ഈ ജനങ്ങൾക്ക് ഇത്രമാത്രം ഒരു വൈരാഗ്യം ഈ പ്രസ്ഥാനത്തോടുണ്ടാവാനുള്ള കാരണം. ഞങ്ങൾ സാധാരണ സിനിമാക്കാർ ഈ ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ തന്നെ ആ കലാകാരനൊരു ഡ്യൂട്ടി ഉണ്ട്, ഈ സമൂഹത്തോട് ഡ്യൂട്ടിയുള്ള ആൾക്കാരാണ്. ഈ സമൂഹത്തിലെ മാറ്റങ്ങൾക്ക് വിധേയനാക്കുന്ന ആൾക്കാരാണ് കലാകാരന്മാരെന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇവിടെ കലാകാരൻ കച്ചവടക്കാരനാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഒരു അഭിനേതാവ് അഭിനയിച്ചിട്ട് പോവുകയല്ല ചെയ്യുന്നത്, അദ്ദേഹം പ്രൊഡ്യൂസറായി മാറുന്നു, അദ്ദേഹം സംവിധായകനായി മാറുന്നു, അദ്ദേഹം തന്നെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറുന്നു, അദ്ദേഹം തന്നെ തിയേറ്ററിൻ്റെ ഓണറായിട്ട് മാറുന്നു. അപ്പോൾ ഈ പറയുന്ന സ്റ്റാർഡം ഞങ്ങൾക്ക് എല്ലാത്തിനുമുള്ള ഒരു അധികാരമാണ് എന്ന് വരുമ്പം അവിടെ നമ്മളൊരു ഏകാധിപത്യ സ്വഭാവം വരും. അതുകൊണ്ട് തന്നെ അവിടെ സാധാരണ വരുന്ന പെൺകുട്ടികൾ പോലും ഞങ്ങളുടെ ഒരു പ്രോപ്പർട്ടിയാണ് എന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടം ഇവർക്ക് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു മലയാളത്തിലെ യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ അവസ്ഥ ശരിക്കും പുറത്ത് വന്നിട്ടില്ല. ഞങ്ങളൊക്കെ ഇത് കാലാകാലങ്ങളിലായിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്നലെ ഒരു സഹോദരി ചാനലിൽ വന്ന് പറയുന്നത് കേട്ടു, 9 വർഷമായി അവർ വഴങ്ങിക്കൊടുക്കാത്തതിൻ്റെ പേരിൽ സിനിമയില്ല എന്ന് പറയുന്ന ഒരു പഴയ നടിയെ ഞാൻ ഇന്നലെ കേട്ടു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിന് ഈ മേഖലയിൽ തന്നെ ഇതിന് എന്നോ പരിഹാരം ഉണ്ടാവേണ്ടതാണ്. ഇത് സ്ത്രീകളുടെ മാത്രം പ്രശ്നമല്ല കേട്ടോ, ആണുങ്ങൾ ഇതുപോലെ തന്നെയാണ്. ഇവർ ചവിട്ടി അരയ്ക്കണം എന്ന് കരുതിയാൽ ഏത് നടനും പുറത്താണ്, ആർക്കും ഇവിടെ രക്ഷയില്ല. ഇപ്പോൾ ഇതൊരു സ്ത്രീ ആയതുകൊണ്ടാണ് ഇത്രയും സിമ്പതി അവർക്ക് കിട്ടുകയും ഇത് പുറത്തു വരികയും ചെയ്തത്. അതുകൂടാതെ എത്ര നടന്മാർ ഈ മേഖലയിൽ ചവിട്ടി അരയ്ക്കപ്പെട്ടിട്ടുണ്ട്, കൂവി തിയേറ്ററിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഈ സിനിമയുടെ ഭാഗം തന്നെയാണ്.
നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു സിനിമയിൽ മുൻപൊന്നും ഉണ്ടാവാത്ത വിധം ഇതേപോലെ ഏകാധിപത്യ സ്വഭാവം അല്ലെങ്കിൽ ഇതിൽ ഒരു കുത്തക മുതലാളിത്ത സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഉണ്ടായത് അടുത്ത കാലത്താണ്. നേരത്തെ കുറേ കൂടി മര്യാദകൾ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നതുകൊണ്ടായിരിക്കും. എന്തായാലും ഈ കൂവൽ ഒരു കാവ്യനീതി കൂടിയാണ്. മുൻപ് ഉണ്ടായിട്ടുള്ള പല കൂവലുകളുടെയും ഒരു ബദൽ എന്ന് തോന്നിക്കുന്ന വിധത്തിൽ. പക്ഷേ അതിൻ്റെ അപകടം അഡ്വക്കേറ്റ് മിനി, ഈ പബ്ലിക് മൂഡ് എന്ന് പറയുന്നത് ഏത് തരത്തിലും രൂപപ്പെടുത്താവുന്ന വിധത്തിലേക്ക് നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ വന്നപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട്. ഇനി ഈ കഥകൾക്ക് ബദലായി വേറൊരു വമ്പൻ സ്രാവാണ് എന്ന കഥ സോഷ്യൽ മീഡിയയിലൂടെ അജ്ഞാത കർത്തൃത്വം ആയി പ്രചരിക്കാം. ഈ കാര്യങ്ങളൊക്കെ മാറി മറിയാം. പബ്ലിക് സെൻറ്റിമെൻറ്റ്സ് നേരെ തിരിച്ചാകാം. ഇങ്ങനെയൊക്കെ ഉള്ള ഒട്ടേറെ അപകടങ്ങളുണ്ട്. ഇപ്പോൾ പോലീസിന് കൃത്യമായ വസ്തുതകൾ തേടേണ്ടതുണ്ട്, അത് കണ്ടുപിടിക്കേണ്ടതുണ്ട്, അത് കോടതിക്ക് മുൻപാകെ കൊണ്ടുചെന്ന് എത്തിക്കേണ്ടതുണ്ട്. ആ പ്രക്രിയയൊക്കെ മാറ്റിമറിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അതിനെയൊക്കെ ഒന്ന് പിറകിലേക്ക് മാറ്റുന്ന വിധത്തിലുള്ള ഈ പൊതുബോധ നിർമ്മാണം ഇതിന് നേരെ തിരിച്ചുള്ള വഴിയിലും ആയിക്കൂടാ എന്നില്ലല്ലോ. അല്ല, അതിനുള്ള ശ്രമം ഇതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഈ കേസ് പുറത്തു വന്ന് ഇപ്പോൾ ഈ അറസ്റ്റിന് തൊട്ട് മുന്നേ തന്നെ ഇതിനെ തിരിച്ചുവിടാനായിട്ടുള്ളൊരു ശ്രമമൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ്. ഇനിയിപ്പോൾ അതിനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. കാരണം ഇപ്പോൾ ഈ സജി നന്ദിയാട്ടിനെ പോലുള്ള ആളുകളും പി സി ജോർജിനെ പോലുള്ള ആളുകളൊക്കെ പറയുന്നത്, സജി നന്ദിയാട്ട് നമ്മൾക്കറിയാം ചർച്ചയിൽ പങ്കെടുത്തിട്ട് കഴിഞ്ഞ ദിവസം വേറൊരു ചാനലിൽ ചർച്ചയിൽ അദ്ദേഹം പറയണ്ടായിരുന്നു, എനിക്ക് വിശ്വാസമില്ല, പക്ഷെ ദിലീപാണ് എന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യണതിന് മുന്നേ ഞാനായിരിക്കും ആദ്യം ചീമുട്ടയായിട്ട് വരുന്നതെന്ന് പറഞ്ഞ ഒരാളാണ് അദ്ദേഹം. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം പറയണത് ഞാൻ ആ വഴിക്ക് പോകില്ല, ഞാൻ കാണില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല, പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ചില കാര്യങ്ങൾ വിശ്വസിക്കാതിരുന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. പിന്നെ അത് കണ്ണടച്ചിരുട്ടാക്കുന്ന പോലെ ആയിരിക്കും. വസ്തുനിഷ്ഠമായി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു, നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നു, പോലീസ് തെളിവെടുക്കുന്നു. ഇത്രയും വലിയൊരു നടനെ, ഇത്രയും വലിയൊരു നടൻ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ അതല്ല പറയണത്, ഇത്രയും ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിനെ പോലീസ് ഒരു തെളിവുമില്ലാതെ അറസ്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ കൊണ്ടുനടക്കേണ്ട കാര്യം ഇന്ന് ഏതായാലും കേരള പോലീസിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കൃത്യമായും അതിൻ്റെ തെളിവുകൾ കിട്ടിയതിന് ശേഷമായിരിക്കും അവർ ഇത്രയും ബുദ്ധിമുട്ടൊക്കെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വന്നതിന് ശേഷം അതുമല്ല എന്ന് പറഞ്ഞ് ദിലീപിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളെ ജനങ്ങൾ പിന്നെ കൂവല്ലാതെ പിന്നെ എന്ത് ചെയ്യുക? ജനങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ കൂവാനേ ഇപ്പോൾ പറ്റുള്ളൂ. കൈ കിട്ടി കഴിഞ്ഞാൽ അവർ കൈകാര്യം ചെയ്യുന്നൊരവസ്ഥ തന്നെയാണ്. അപ്പം ഇത്രയും അവസ്ഥ ഉണ്ടായിട്ടും ഈ ആളുകളൊന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. ജനങ്ങൾ എത്ര രോക്ഷത്തോടുകൂടിയാണ്, അല്ലെങ്കിൽ സ്ത്രീകൾ ഇപ്പം ഞാൻ പറഞ്ഞു ഫേസ്ബുക്കിലടക്കം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് വളരെ വലിയ രീതിയിലുള്ള സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സപ്പോർട്ടിങ് വലിയ രീതിയിൽ ഡെവലപ്പ് വരുന്നത് ഞാൻ കണ്ടതാണ്. അതായത് നമ്മൾ നേരത്തെ ആണെങ്കിൽ ഈ സ്ത്രീകളെക്കുറിച്ച് മോശമായി പറയാനായിട്ട് ചില ആളുകൾക്ക് ശ്രമിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ ശ്രമിക്കുന്ന ഓരോരുത്തരെയും സോഷ്യൽ മീഡിയയിലാണെങ്കിലും എല്ലാ സ്ഥലത്തും എതിർത്ത് തോൽപ്പിക്കുന്ന വലിയൊരു ട്രെൻഡ് നമ്മൾ കണ്ടു. പബ്ലിക് കമന്റിന്റെ കാര്യത്തിലാണ് ഈ വാട്സാപ്പ് വഴിയും ഒക്കെ ആരാണ് എന്ന് ഊരും പേരുമില്ലാത്ത കഥകളൊക്കെ പ്രചരിച്ചു തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് ഇനിയിപ്പോൾ അങ്ങനെ വന്നോട്ടെ, നമ്മൾക്ക് പ്രശ്നമില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആദ്യം മുതൽ അഭിലാഷിന് ഓർമ്മ ഉണ്ടാവും, ഈ സംഭവം ഉണ്ടായ അതിൻ്റെ പിറ്റേ ദിവസം മുതൽ നമ്മൾക്ക് ഇതിൽ കൃത്യമായി നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗൂഢാലോചനയുണ്ട്, ഇത് കൊട്ടേഷൻ തന്നെയാണ്. പക്ഷെ ആരാണെന്ന് നമ്മൾക്ക് ആർക്കും അറിയണ്ടായിരുന്നില്ല. പക്ഷെ കൃത്യമായി പോലീസ് അത് കണ്ടുപിടിച്ച് തെളിവോടെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തപ്പോൾ ഇനി വേറൊരാളാണ് എന്നതിൽ സംശയിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഇനി എന്ത് കഥ മറിഞ്ഞ് വന്നാലും ഇതിങ്ങനെ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. റൈറ്റ്. ശ്രീ സജി നന്ദിയാട്ട്, ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ദിലീപിനെ പുറത്താക്കിയല്ലോ. ഇന്ന് താങ്കൾ കൂടി പങ്കെടുത്ത യോഗം അതിന് അംഗീകാരവും നൽകി. ദിലീപിനെ പുറത്താക്കാതെ വയ്യ, ഗത്യന്തരമില്ല, ഇല്ലെങ്കിൽ നാട്ടുകാർ കൈവെക്കും എന്ന ഘട്ടത്തിൽ പുറത്താക്കിയതാണല്ലോ അല്ലേ? അല്ലാതെ അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉള്ളതുകൊണ്ടല്ലോ. അല്ല, ദിലീപ് പ്രതിയായി വരുമ്പോ സ്വാഭാവികമായും സമൂഹത്തിന്റെ എല്ലാ ചലനങ്ങളും, നമ്മൾ സമൂഹത്തിന്റെ ഭാഗമാണ്, സമൂഹത്തെ ബഹുമാനിക്കുക എന്നുള്ളതാണല്ലോ അതിന്. കാരണം നമ്മുടെ പ്രേക്ഷകരല്ലേ മലയാള സിനിമ വളർത്തിയത്. അപ്പൊ അവരോട് കമ്മിറ്റഡ് ആണ് ഞങ്ങൾ. അല്ലാതെ ഞങ്ങൾ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. തീർച്ചയായും പ്രേക്ഷകരാണ് മലയാള സിനിമ വളർത്തിയത്. പ്രതിഷേധം കൊണ്ടല്ല, അപ്പൊ അവരുടെ വികാരമാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഞങ്ങളുടെ മെമ്പറായി നിൽക്കുമ്പോൾ അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ കോടതി പറയട്ടെ, ആ സമയത്ത് ആലോചിക്കാം. അതല്ല അതിന്റെ മര്യാദ. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞങ്ങളെ പുറത്താക്കിയത്. അപ്പൊ അത് ജനറൽ അംഗീകാരം കൊടുത്തു. അത് സ്വാഭാവികം. അപ്പൊ പുറത്താക്കിയില്ലേ പറഞ്ഞതിന് എന്താ പുറത്താക്കാനും? അല്ല, പുറത്താക്കണം. പുറത്താക്കിയത് നല്ല തീരുമാനമാണ്. പക്ഷേ പുറത്താക്കിയത് മറ്റു വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ, അത്ര ശക്തമാണ് ജനവികാരം എന്നുള്ളത് കൊണ്ടല്ലേ എന്നത് മാത്രമാണ് ചോദ്യം. അതല്ലാതെ ഇതൊരു തെറ്റായി പോയി എന്നുള്ള ബോധ്യം ഈ സംഘടനകൾക്കൊന്നും ഉള്ളത് കൊണ്ടാകണമെന്നില്ല.
അതിനകത്തിപ്പോ ഞാൻ പറയില്ല, നമ്മളിപ്പം ഇവിടുത്തെ എല്ലാ മനുഷ്യൻ മെയിൻ ഈസ് എ സോഷ്യൽ ആനിമൽ, മാൻ കനോട്ട് ലീവ് വിത്തൗട്ട് സൊസൈറ്റി അല്ലേ? അപ്പൊ സ്വാഭാവികമാണ്. പിന്നെ അതിനകത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത്, സിനിമാ ലോകത്ത് മുഴുവൻ മാഫിയവൽക്കരണമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇവിടുത്തെ സിനിമ എന്ന് പറയുന്ന ആ ഇൻഡസ്ട്രിയെ എല്ലാവർക്കും അറിയാം. അവരുടെ മുമ്പ് വെച്ച് ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഇവിടുത്തെ കാര്യങ്ങൾ അറിയാം. അത് രഹസ്യമായി ഷൂട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളൊന്നുമല്ല. പിന്നെ 90 വയസ്സായ മലയാള സിനിമ നമ്മുടെ കേരളക്കരയിലെ ജനങ്ങള് എത്രമാത്രം, നമ്മുടെ ജനങ്ങളെന്നും എല്ലാവരും എത്ര പണം ഉണ്ടെങ്കിലും ഹാപ്പിയല്ല, പണം ഇല്ലെങ്കിൽ ഹാപ്പിയല്ല, കറുത്തിരുന്നാൽ ഹാപ്പിയല്ല, വെളുത്തിരുന്നാൽ ഹാപ്പിയല്ല. ഒരു മനുഷ്യനും നമ്മുടെ സമൂഹത്തിൽ സംതൃപ്തല്ല, ഞാൻ ഉൾപ്പെടെയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും 2.5 മണിക്കൂർ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് നമ്മുടെ സിനിമ, ചിരിപ്പിച്ചിട്ടുണ്ട്, ചിന്തിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ മാധ്യമമായിരുന്നു, എന്റർടൈൻമെന്റ് മാധ്യമമാണ്. മലയാളത്തിലെ മുഴുവൻ ആൾക്കാരും, മലയാളക്കാരെ മുഴുവൻ 90 വയസ്സായി നമ്മുടെ സിനിമയെ സ്നേഹിക്കുന്നവരാണ്. അപ്പം ജനത്തെ മറന്നുകൊണ്ടൊരു സിനിമ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായും നടന്മാരും മനുഷ്യരാണ്. പിന്നെ ഒരാള് ഒരിക്കലും നമ്മുടെ ഇവിടെ നടപ്പിലാക്കാൻ പറ്റാത്ത, നടത്താനാവാത്ത ഒരു വലിയ ക്രൂരകൃത്യം ഇവിടെ നടന്നിരിക്കുന്നു. അതിന്റെ പേരിൽ സിനിമ എന്ന മാധ്യമത്തെ ജനങ്ങൾ ശിക്ഷിക്കില്ല എന്ന് തന്നെ വിശ്വസിക്കും. കാരണം എത്രപ്പോ പടങ്ങൾക്കെല്ലാം കളക്ഷൻ കുറഞ്ഞു. നമ്മളെ ചർച്ചകളിലൂടെ എല്ലാം സിനിമാ ലോകത്ത് മൊത്തം പ്രശ്നമാണെന്ന് വരുമ്പോൾ ജനങ്ങൾക്ക് പൊതുവായൊരു വെറുപ്പ് സ്വാഭാവികമായിട്ട്. അല്ല, ഈ സിനിമ എന്നുള്ള മാധ്യമത്തോട് ജനങ്ങൾക്ക് വെറുപ്പുള്ളത് കൊണ്ടല്ല ശ്രീ സജി നന്ദിയേട്ടൻ, അങ്ങനെ വെറുക്കാൻ പറ്റുന്ന ഒരു മാധ്യമമല്ലല്ലോ. എത്രയോ കാലമായി നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്റർടൈനിങ് മാധ്യമമായി അത് നിലനിൽക്കുകയാണ്. പക്ഷേ ജനങ്ങൾ ഇപ്പോൾ സിനിമ ബഹിഷ്കരിക്കുന്നുണ്ടെങ്കിൽ അതവരുടെ പ്രതിഷേധം കൊണ്ടാണ്. ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിനോട് സിനിമ എന്ന മേഖല എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതിൻ്റെ പ്രതിഷേധം കൊണ്ടാണ്. അതല്ലാതെ ഈ മേഖലയിൽ മുഴുവൻ മോശപ്പെട്ട കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് എന്ന് നിങ്ങൾ ധരിക്കേണ്ടതില്ല. ഒരു വിഷയമുണ്ടാകുമ്പോൾ ഒരു നിലപാടെടുക്കണം. ആ നിലപാടെടുത്തില്ല എങ്കിൽ ജനങ്ങൾക്ക് ബഹിഷ്കരിക്കേണ്ടി വരും. അതുമാത്രമല്ലേ ഉള്ളൂ അവരുടെ മുൻപിലുള്ള മാർഗം. തീർച്ചയായും. അല്ല, ജനങ്ങളിന്ന് ബഹിഷ്കരിച്ചെന്നല്ലേ പറഞ്ഞ്, പൊതുവായിട്ട് ജനങ്ങൾക്ക് ഇതിനോടൊരു അനിഷ്ടം ഉണ്ടാവും. പിന്നെ ജനങ്ങള് ഇതിനകത്ത് ഭാഗമായി നിൽക്കണം. ഒരു സംഭവം ഉണ്ടായി, ഒരിക്കലും ഉണ്ടാകാവുന്നാത്ത സംഭവം. ഞാൻ പറഞ്ഞില്ല, ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇതൊരു ഒറ്റപ്പെട്ട സംഭവം തിരിച്ചു ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഒരിക്കലും ഉണ്ടാവാത്ത ഒരു ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായി. പക്ഷേ അതിന്റെ പേരിൽ സിനിമയിൽ മുഴുവൻ പ്രശ്നങ്ങളാണ് വരുന്നത്. അല്ല, ഒരിക്കലും ഉണ്ടാകാത്ത ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ആ മേഖലയിൽ പണിയെടുക്കുന്ന സ്ത്രീകൾക്ക് അഭിപ്രായമില്ല. അത് അങ്ങനെ അല്ല എന്ന ഉറച്ച ബോധ്യമാണ് അവരെ സംബന്ധിച്ചുള്ളത്. അത് പലരും തുറന്നു പറയുകയും ചെയ്യുന്നു. ഞാൻ അതിന്റെ തർക്കത്തിലേക്ക് പോകുന്നില്ല. ശ്രീമതി ഭാഗ്യലക്ഷ്മി, എല്ലാ സംഘടനകളും ദിലീപിനെതിരെ നടപടിയെടുക്കുകയുണ്ടായി. താരങ്ങളുടെ സംഘടന, പ്രൊഡ്യൂസർമാരുടെ സംഘടന, വിതരണക്കാരുടെ സംഘടന, എല്ലാവരും. ഇതൊക്കെ ആത്മാർത്ഥതയുള്ള നിലപാടാണ് എന്ന് നമ്മളൊക്കെ വിശ്വസിക്കണോ? അതോ വലിയ ജനരോഷമുണ്ട്, ഇങ്ങനെ നടപടിയെടുക്കാതെ പറ്റില്ല, ആ രോഷം ഞങ്ങൾ കൂടി ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന തോന്നൽ കൊണ്ട് ഒരു നടപടിയൊക്കെ എടുക്കാൻ നിർബന്ധിതമായ സംഭവമാണോ ഇത്? അല്ല, ഇപ്പോൾ കേരള ജനത മുഴുവനും വല്ലാതെ രോഷം കൊണ്ട് ഇപ്പോൾ ആ സിനിമ റിലീസ് ചെയ്താൽ പോലും അത് ഒരുപാട് ഭവിഷ്യത്തുകൾ ഉണ്ടാക്കും എന്ന് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് സംഘടനകൾ അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ വരെ അവർക്ക് ഒരു സംശയമുണ്ടായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ആ പെൺകുട്ടിക്ക് വേണ്ടി ഒരുപാട് വാദിക്കുമ്പോഴും ഉള്ളിൽ എൻ്റെ മനസ്സിലൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു, ദൈവമേ ഈ മനുഷ്യനാവരുതേ, ഈ മനുഷ്യനെതിരെ ഒരു തെളിവും ഉണ്ടാവരുതേ എന്നല്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവരുത്. കാരണം ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ് അയാൾ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ. കാരണം ഒന്ന്, ആ പെൺകുട്ടിക്ക് വേണ്ടി, ആ മകൾ എന്ന് പറയുന്ന കുട്ടിക്ക് വേണ്ടി. രണ്ട്, നമ്മുടെ സിനിമാ ലോകം നേരിടാൻ പോകുന്ന ഒരു വലിയ ചീത്തപ്പേര്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ ഇത് സംഭവിച്ചപ്പോൾ അന്ന് രാവിലെ ഇത് കേട്ടപ്പോൾ ഞാനും ഞെട്ടി. അത് ഉച്ചയ്ക്കാണ് ഇത് കേൾക്കുന്നത്. ഞെട്ടിത്തരിച്ചാണ് ഞാനിങ്ങനെ, ദൈവമേ അവസാനം അത് സംഭവിച്ചോ എന്ന്. ഇന്നും മലയാള സിനിമാ ലോകം അതേ അവസ്ഥയിൽ തന്നെയാണ്. കാരണം ഓരോരുത്തരോടും അദ്ദേഹം വ്യക്തിപരമായി വിളിച്ചു പറയുന്നു, കരഞ്ഞു പറയുന്നു, ഞാനൊന്നും ചെയ്തിട്ടില്ല, എന്നെ ദയവീത് എല്ലാവരും കൂടി ക്രൂശിക്കരുതെന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരുന്നതിനെ നമ്മൾ സത്യമാണ് എന്ന് നമ്മൾ എല്ലാവരും തന്നെ വിശ്വസിച്ചു. പൊതുജനം മാതിരി തന്നെ ഞാനും ഒക്കെ സിനിമ കാണുന്ന ആള് തന്നെയല്ലേ. അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ എന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ കാരണം എന്നോട് വ്യക്തിപരമായിട്ട് നല്ല ശത്രുതയുണ്ടായിരുന്നു. എന്നെ കാണാതെ, എന്നെ കേൾക്കാതെ ഒരുപാട് പച്ചത്തെറി എന്നെ കുറിച്ച് പല സ്ഥലങ്ങളിലും ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് കേട്ടിട്ടുമുണ്ട്, ഞാനത് മൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ അതേ ആള് ഒരു 10 ദിവസം മുമ്പ് ഞങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിച്ചിരുന്നു. ഇതല്ല, രാംലീല എന്ന് പറയുന്ന സിനിമ ഞാൻ വർക്ക് ചെയ്തിരുന്നു.
ആ സിനിമ വർക്ക് ചെയ്യുന്ന ആ പടത്തിനെ കുറിച്ച് എന്താണ് ചേച്ചി പടം കണ്ടിട്ട് എന്ത് തോന്നി, നല്ല സിനിമയാണോ, ഓടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഈ മനുഷ്യനല്ലേ എന്നെക്കുറിച്ച് അന്ന് ഇങ്ങനെ വളരെ മോശമായ വാക്ക് ഉപയോഗിച്ചു എന്ന് പലരും പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതാണോ ശരി അതാണോ ശരി എന്നൊരു അത്ഭുതം ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്ന് അന്ന് ആ പെൺകുട്ടിക്ക് അത് സംഭവിച്ചപ്പോൾ ഞങ്ങൾ സിനിമാ ലോകം മുഴുവനും വിറച്ച് നിന്നതുപോലെ ഇന്ന് ഈ മനുഷ്യൻ അകത്തു പോയപ്പോഴും ഞങ്ങളെല്ലാവരും ദൈവമേ എങ്ങോട്ടാണ് മലയാള സിനിമ പോകുന്നത്, എവിടെയാണ് മലയാള സിനിമയ്ക്ക് കാലിടറുന്നത് എന്നുള്ള ആശങ്കയിൽ തന്നെയാണ്. റൈറ്റ്. ശ്രീ അലി അക്ബർ, ഇത് ഒരൊറ്റ ആളുടെ പ്രശ്നമാണോ, ഒരാളാണോ മലയാള സിനിമയെ സംബന്ധിച്ച് ഏക പുഴുക്കുത്ത്? അങ്ങനെ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. കാരണം ഇപ്പം ഒരു പൾസർ സുനി മാത്രമല്ലല്ലോ മലയാള സിനിമയിലുള്ളത്. ഇനിയും ഒരുപാട് പേരുണ്ടാവും. ഈ പറയുന്ന നടന്മാരുടെ കൂടെ വന്ന് ഇതിനകത്ത് കയറിക്കൂടിയ ക്രിമിനലുകൾ ആരൊക്കെയാണെന്ന് അറിയില്ല. അടുത്ത ഇഷ്യൂ വരുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. ഇപ്പം നമ്മളെല്ലാവരും ദിലീപിൻ്റെ മേലെ ഈ പഴി ചാരി ദിലീപ് ഇങ്ങനെയായി, അല്ലെങ്കിൽ ദിലീപിൻ്റെ ഒരു കൊട്ടേഷൻ എന്ന നിലയ്ക്ക് ഇതിനെ അവസാനിപ്പിക്കുമ്പോഴാണ് ഈ ഗൗരവം നമ്മൾ വിട്ടുകളയുന്നത്. ഇത് ഈ മലയാള സിനിമയുടെ കൂടെയുണ്ട്, എത്രയോ കാലമായിട്ടുണ്ട്. അപ്പോൾ ആ ഘടകങ്ങളെ ഇല്ലാണ്ടാക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഇപ്പോഴും ചിന്തിക്കുന്നില്ല. ഇത് കേവലം ദിലീപ് ദിലീപ് ഇങ്ങനെ ആവുമായിരുന്നോ, എങ്ങനെ ആയിപ്പോയല്ലോ, അതല്ല യഥാർത്ഥത്തിൽ. എങ്ങനെയാണ് ഈ പൾസർ സുനിമാർക്ക് മലയാള സിനിമയിൽ ഇടം കിട്ടിയത്? ഇത്തരം പുഴുക്കുത്തുകൾ എങ്ങനെയാണ് ഇതിനകത്ത് കയറിക്കൂടിയത്? ആരുടെ കെയർ ഓഫിൽ? ആരാണ് ഇവർക്ക് വളം വച്ചത്? ഏത് നേതൃത്വമാണ് ഇവരെ പോറ്റിയത്? ഇതൊക്കെ നമ്മൾ അറിയണ്ടേ? അതിനെ ഉടച്ച് വാർക്കണ്ടേ? ഈ പറയുന്ന സംഘടനകളുടെ നേതൃത്വങ്ങളൊക്കെ ഇത് ഉടച്ച് മാറ്റണ്ടേ? ഞങ്ങൾക്കിത് പറ്റില്ല, ഞങ്ങൾ ഇറങ്ങിപ്പോവുക, യുവത്വം വരട്ടെ, സ്ത്രീകൾ വരട്ടെ, സ്ത്രീകൾ നയിക്കട്ടെ എന്ന് പറയണ്ടേ? ഏത് സ്ത്രീക്കാണ് അവിടെ അധികാരമുള്ളത്? ഇതിൻ്റെ നേതൃത്വത്തിൽ തീരുമാനം എടുക്കാൻ ആലോചിച്ച് നോക്കൂ. കുക്കു പരമേശ്വരൻ ഇവരുടെ പുറകിൽ നിന്ന് കൂവുന്നത് ഞാൻ കണ്ടു. അവരും സ്ത്രീയല്ലേ? അത് കാണേണ്ട ഗതികേട്, കുക്കുവിനെ ഒക്കെ നമ്മൾ അങ്ങനെ കാണുന്ന ഒരു ഗതികേട് എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ദിലീപിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് കൂവുന്നു, അട്ടഹസിക്കുന്നു. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഗൗരവമുള്ള ഒരു നേതൃത്വം എന്തുകൊണ്ട് അവിടെ ഉണ്ടായില്ല? ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായില്ല? എന്തുകൊണ്ട് ഫെഫ്കയിൽ സ്ത്രീകളില്ല? ന്യായമാണ്, എല്ലാ ചോദ്യങ്ങളും ന്യായമാണ് ശ്രീ അലി അക്ബർ. എല്ലാ സിനിമാക്കാരും സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങളുമാണ്. അഡ്വക്കേറ്റ് ആശ, ഒരു കേസ്, അതിൻ്റെ അന്വേഷണം, അതിലൊരു വലിയ വൃക്ഷം കടപുഴകുന്നു എന്നുള്ളതിനപ്പുറത്ത് ഒരു മാറ്റം തന്നെ മലയാള സിനിമയുടെ ഘടനയിൽ, അതിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കും ഈ സംഭവങ്ങൾ എന്ന് കരുതുന്നുണ്ടോ? അഭിലാഷിലൊരു സംഗതി, ഈ കേസിലൂടെ നമ്മൾ കുറച്ച് പേരെ പ്രതി ചേർക്കുന്നു. ഇനിയും ആളുകളെ പ്രതി ചേർക്കാനുണ്ട്. ആ പ്രതി ചേർക്കാനുള്ള ആളുകൾ നമുക്കറിയാം. 2 ലക്ഷം രൂപ വന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ ഉടമ, ഈ നടൻ്റെ ഭാര്യയായിട്ടിരിക്കുന്ന ആളുകൾ, അവരുടെ റിലേറ്റീവ്സ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇനി പ്രതി ചേർക്കാനുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അത്തരം ആളുകളെയൊക്കെ പഴുതടച്ച് അതിൻ്റെ തെളിവുകളൊക്കെ കൊണ്ടുവന്ന് പ്രതി ചേർക്കപ്പെടും. ആദ്യ ദിവസം തന്നെ കൊട്ടേഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ആരുടെ കൊട്ടേഷൻ എന്ന ചോദ്യം വരുന്ന സമയത്ത് തന്നെ പ്രമുഖ നടൻ്റെ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. പ്രമുഖ നടൻ്റെ പേര് പറയാൻ എല്ലാവരും പേടിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഒരു കുറ്റാരോപിതൻ്റെ പേര് പറയാൻ നമ്മൾ എന്തിനു പേടിക്കണം എന്ന് അന്ന് ഞാൻ ഉറക്കെ ചോദിച്ചിട്ടുള്ള സംഗതിയുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഈ ചാനലിൽ ഞാൻ ചോദിച്ചത്. അപ്പോൾ അത്തരം രീതിയിൽ ഇപ്പം ഭാഗ്യലക്ഷ്മി ചേച്ചി പറഞ്ഞു, എല്ലാവരും പറഞ്ഞു നമുക്ക് ദിലീപ് ആവല്ലേ നമ്മൾ പ്രാർത്ഥിച്ചു. ദിലീപ് ആണ് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. ദിലീപ് ആണ് എന്ന് ഉറപ്പുന്നുണ്ടായിരുന്നു. ദിലീപിനെ പോലുള്ള ആളുകൾ ഇനിയും അവിടെ ഉണ്ട് നമുക്കറിയാം. ദിലീപിന്റെ ഒപ്പം നിന്നുകൊണ്ട്, വിറച്ചുകൊണ്ട്, അമ്മയുടെ യോഗത്തിൽ നിന്നുകൊണ്ട് ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് മൗനം കൊണ്ടും വിറകൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും സപ്പോർട്ട് ചെയ്ത ആളുകളുണ്ട്. ഇവർക്കൊക്കെ തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചില സ്ത്രീ പീഡന കഥകൾ അവരുടെ ജീവിതത്തിലുണ്ട്, അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ട്. പല ആളുകളും ഈ ബിനാമി ട്രാൻസാക്ഷൻസും അതുപോലെ തന്നെ മറ്റു പല സംഗതികളുമായി ബന്ധപ്പെട്ട് നടികളെ കല്യാണം കഴിച്ച ആളുകൾ, അവരുടെ പണം തട്ടിയെടുത്ത ആളുകൾ, അവരെ ഉപേക്ഷിച്ച ആളുകൾ, അവർ
പിന്നീട് വലിയ സമ്പന്നരാവുകയും വേറെ കല്യാണം കഴിക്കുകയും വലിയ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ദിലീപ് അടക്കമുള്ള ആളുകൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ DGPയുടെ ഒപ്പം ആഭ്യന്തരമന്ത്രിയുടെ ഒപ്പം ഒക്കെ ഫോട്ടോ എടുക്കാൻ നമ്മൾ ഫോട്ടോകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഉണ്ടാക്കിയിട്ടുള്ള ഫോട്ടോകളൊന്നും. ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് എന്താണ്? ദിസ് ഇസ് ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. വളരെ ക്ലിയർ ആണ് എങ്ങനെ പണാധിപത്യം, എങ്ങനെ ക്രിമിനലുകളുടെ ആധിപത്യം പിടിമുറുക്കിയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി മറ്റേതൊരു ഇൻഡസ്ട്രിയെ പോലെ തന്നെ ഒരു ഇൻഡസ്ട്രി തന്നെയാണ്. ശ്രീമതി ഭാഗ്യലക്ഷ്മി നേരത്തെ പറഞ്ഞു ഇത് ദിലീപ് ആകരുത് എന്ന് ആഗ്രഹിച്ചു എന്ന്. താങ്കൾക്കുണ്ടായിട്ടുള്ള വ്യക്തിപരമായ ഒരു അനുഭവത്തെ ഓർമ്മിക്കുകയും ചെയ്തു. പക്ഷേ ദിലീപ് അങ്ങനെ നിഷ്കളങ്കനാണ് എന്ന് സിനിമാക്കാരെല്ലാം കരുതാൻ എന്തെങ്കിലും കാരണം വേണമല്ലോ. ഇന്നത്തെ പത്രത്തിൽ മുൻപുണ്ടായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുടെ വിവരണങ്ങൾ വായിച്ചു. ദിനേശ് പണിക്കർക്ക് എന്ത് ദുരനുഭവമാണ് ഉണ്ടായത് എന്ന്, സംവിധായകൻ തുളസിദാസിന് എന്ത് ദുരനുഭവമാണ് ഉണ്ടായത് എന്ന്. അങ്ങനെ ഒട്ടേറെ പേർ തിലകന്റെ വാക്കുകൾ മായാതെ മറയാതെ ഇപ്പോഴും നമ്മുടെ മുൻപിലുണ്ട്. വിഷം എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അങ്ങനെ ദുരനുഭവം ഉണ്ടായവർ എത്ര? ആക്രമിക്കപ്പെട്ട നടിയെ സിനിമയിൽ നിന്ന് ഒഴിവാക്കാൻ, അവരെ സിനിമയിൽ നിന്ന് ബഹിഷ്കരിക്കാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ അവർ തന്നെയാണ് തുറന്നു പറഞ്ഞത്. അത് മാധ്യമങ്ങൾക്ക് മുൻപിലാണ് പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യയെ സിനിമകളിൽ അഭിനയിക്കുന്നത് മുടക്കാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അണിയറ കഥകളാണ്. ഇങ്ങനെ മുൻപ് വെട്ടിപ്പിടിക്കാൻ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള, ഒട്ടേറെ പേരെ ചവിട്ടിത്താഴ്ത്തിയെന്ന ആരോപണം നേരിടുന്ന ആൾ ഇത് ചെയ്തിട്ടില്ലായിരിക്കുമെന്ന് നിങ്ങളൊക്കെ എന്തുകൊണ്ട് കരുതി? ഞാനൊരു കാര്യം പറയട്ടെ. ആ ബിസിനസ്സിൽ ഈ പറഞ്ഞ ആരോപണങ്ങളെല്ലാം ഞാൻ സമ്മതിക്കുന്നു. അന്ന് ദിനേശ് പണിക്കർക്ക് ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഞങ്ങളെല്ലാവരും ദിലീപിനെതിരായി സംസാരിച്ച വ്യക്തികൾ തന്നെയാണ്. സിനിമാ രംഗം ഒന്നടങ്കം എന്ന് പറഞ്ഞ് എന്തിനെ ഇത്രമാത്രം ദ്രോഹിക്കാൻ എന്ത് തെറ്റ് ചെയ്തു ദിനേശ് പണിക്കർ? തിലകൻ ചേട്ടന്റെ വിഷയം എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ദിനേശ് പണിക്കരുടെ കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ മറ്റു പലരുടെ ഈ പറയുന്ന നടിയുടെ പല സിനിമകളും അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു എന്താ പറയുക, ഇതൊരു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി അല്ലല്ലോ. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന, കാരണം ഒരു സിനിമയിൽ ഒരു നായക സ്ഥാനത്ത്, പ്രത്യേകിച്ച് ഒരു മാർക്കറ്റുള്ളൊരു നായകന്റെ സ്ഥാനത്ത് എത്തുക എന്ന് പറയുന്നത് അപൂർവം വ്യക്തികൾക്ക് ലഭിക്കുന്ന ഒരു വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെ ഒരു ഭാഗ്യം സ്വയം ഒരു മനുഷ്യൻ അധപ്പതിച്ച് ഇല്ലാതെ ആക്കുമോ എന്നിപ്പോ നമ്മളൊക്കെ ഒരുപാട് കള്ളന്മാരെയും കൊലപാതകളൊക്കെ ആയിട്ട് നമ്മളെന്ത്, അയ്യോ വേണ്ട, ഇവരുമായിട്ട് കൂട്ടുകൂടണ്ട, കാരണം എൻ്റെ ജീവിതം, എൻ്റെ തൊഴിൽ, എനിക്കുള്ള ഇമേജ് ഇത് ഞാൻ സംരക്ഷിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. അപ്പൊ നമ്മൾ ആലോചിക്കും അങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ചെയ്യുമോ? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരിക്കലും ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ നന്മയുടെ പ്രതീകമാണ് എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെയൊക്കെ ഒരുപാട് തെറി പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷേ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഇത്രത്തോളം പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു കൊട്ടേഷൻ പോലെയുള്ള ഒരു പ്രവർത്തനം, നമുക്ക് ഒരു കലാകാരന്മാർ എപ്പോഴും വളരെ സെൻസിറ്റീവാണ്, നന്മ ഒരുപാടുള്ളവരാണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചില്ല അയാൾ കലാകാരനാണോ എന്ന് പോലും പലപ്പോഴും എനിക്കിപ്പോൾ തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവത്തിന് ശേഷം ഞാൻ സമ്മതിക്കുന്നു, ഞാൻ ഒരിടത്തും ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ ന്യായീകരിക്കില്ല. അദ്ദേഹം നന്മയുടെ പ്രതീകമാണെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ പ്രവൃത്തി എനിക്ക് എത്ര ആലോചിച്ചാലും എത്ര കരഞ്ഞാലും തീരാത്ത ഒരു പ്രശ്നം തന്നെയാണ്. അതിന്റെ അവിശ്വസനീയം നമുക്ക് പറഞ്ഞ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല നമ്മൾ പറയില്ലേ, അത്രയും ഞാൻ പറയുന്നുള്ളൂ. റൈറ്റ്, ആ നിലപാട് വ്യക്തമാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ഡൽഹിയിലെ നിർഭയ സംഭവത്തോട് ചേർത്ത് വെച്ച് വായിക്കാവുന്ന ഒരു ക്രൂരമായ സംഭവമാണ് എറണാകുളത്ത് അരങ്ങേറിയത്. അതിനേക്കാൾ ദാരുണമാണ്, കാരണം ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തൊരു കൊട്ടേഷൻ കൊടുത്തതാണ്. ഫോട്ടോ വേണം, അതിന് ക്ലാരിറ്റി വേണം, കൃത്യമായ ആളെ മനസ്സിലാകണം, അതിന് മോതിരവും കഴുത്തും മുഖവും വേണം എന്ന് പറഞ്ഞയച്ച അതിഭീകരമായൊരു കുറ്റകൃത്യം. അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ അന്വേഷിക്കുകയാണ്. നാട്ടുകാർ കൂവുന്നതിനെ വിമർശിക്കുന്നത് പോലെ തന്നെ ഒപ്പം ചേരാനുള്ള, ഇപ്പോൾ നടൻ സിദ്ദിഖിന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ തരത്തിൽ അനുതാപം പ്രകടിപ്പിക്കാനുള്ള ശ്രമത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ടേ സിനിമാ പ്രവർത്തകരായാലും PC ജോർജിനെ പോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരായാലും? ഇല്ല,
അല്ല ശ്രീ അഭിലാഷ്, അങ്ങനെയല്ല. ശ്രീ ദിലീപ് ഏട്ടൻ വളരെ കൺവിൻസിംഗ് ആയ ഒരാളാണ്. അദ്ദേഹം പവർ പൊളിറ്റിക്സിന്റെ ഒക്കെ ആളാണ്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു കൺവിൻസിംഗ് സ്കില്ലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വളർന്ന കാര്യങ്ങളും ഒരുപാട് ഒരു ബിസിനസ് പവർ പ്ലെയർ ആണ്, കലാകാരൻ, നല്ലൊരു കലാകാരനാണ്. പക്ഷേ കലാകാരനേക്കാൾ മികച്ചൊരു ബിസിനസ്സുകാരനാണ്. ഇതൊന്നും ആരും ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഇപ്പൊ കോടതി വരട്ടെ, കോടതിയിൽ ഇദ്ദേഹം കുറ്റാരോപിതനാണ്, കുറ്റവാളിയാകാൻ സാധ്യത വളരെ അധികമാണ് ലഭ്യമായ വിവരം വെച്ച്. പക്ഷെ കോടതിയുടെ ഒരു വിധി കൂടെ വരട്ടെ. ഇപ്പോ ഈ ഒരു അവസരം കിട്ടുമ്പോൾ സീതയെ തട്ടിക്കൊണ്ടുപോയത് പോലും ദിലീപാണ് എന്ന രീതിയിൽ ഒരു വ്യാഖ്യാനം നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല. തീർച്ചയായും കോടതിയുടെ വാക്കുകളാണ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുന്നത്. കാര്യം ചിലപ്പോഴെങ്കിലും ഇതിന്റെ പോലീസുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ ചില തെളിവുകൾ അത്ര സ്ട്രോങ് അല്ല. ഇപ്പോൾ ഉദാഹരണം DGP സെൻകുമാർ സാറിന്റെ വാദഗതികൾ വന്നു, PC ജോർജിന്റെ വാദഗതികൾ വന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൂടെ ഒരു എയറിലുണ്ട്. ഇതൊന്നും ശരിയാണെന്നല്ല, ന്യായീകരിക്കുകയല്ല. പക്ഷേ ശ്രീ സിദ്ദിഖ് പറഞ്ഞതുപോലെ കുറ്റാരോപിതനാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ലെറ്റ്സ് നോട്ട് ജംപ് ദ ഗൺ. നമുക്ക് തോക്കിനകത്ത് കയറി വെടിവെക്കണ്ട. പണ്ട് മുതലേ ദിലീപിന് ഒരു കുറ്റക്കാരനാണെന്ന് എന്ന രീതിയിൽ ഒരു ചിത്രീകരണം ഇല്ലാതെ നമുക്ക് വെയിറ്റ് ചെയ്തുകൊണ്ട് തീർച്ചയായും ഇത് ചെയ്തെങ്കിൽ തെറ്റ് തന്നെയാണ്. അത് അക്ഷന്തവ്യമായ, ക്ഷമിക്കാൻ കഴിയാത്ത, പൊറുക്കാൻ കഴിയാത്ത തെറ്റാണ്. അതും ഒരു സഹനടിയോട് ചെയ്തത്. ഏറ്റവും കൂടുതൽ ശ്രീ ദിലീപ് പ്രൊമോട്ട് ചെയ്ത നടികളിൽ ഒരാളാണ്. അവർ തമ്മിൽ റിയൽ എസ്റ്റേറ്റ് ഡീൽ അടക്കമുണ്ട്. ഒരുപാട് സിനിമകളിൽ നായികയായി കൊണ്ടുവന്നതാണ്. പക്ഷേ വ്യക്തിപരമായ വിദ്വേഷവും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്ന്, അമിതമായി സ്പെക്കുലേറ്റ് ചെയ്യാതിരിക്കുക. രണ്ട്, ശ്രീ മഞ്ജു വാര്യരെയും കാവ്യ മാധവനെയും ഈ പ്രത്യേക നടിയെ നമ്മുടെ ട്രോളുകളിൽ നിന്നും സോഷ്യൽ നെറേറ്റീവ്സിൽ നിന്നും ഒഴിവാക്കുക. ചിലപ്പോഴെങ്കിലും നമ്മുടെ ഈ സോഷ്യൽ നെറേറ്റീവിൽ കാവ്യ മാധവനെ അടക്കം അനാവശ്യമായി വലിച്ചിടുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ കോടതി വിധി വരുന്നത് വരെ ഒരു പാകതയും പക്വതയും ഒരു മയവും നമ്മൾ കാണിക്കുന്നതായിരിക്കും. നാളെ മറിച്ചൊരു വിധി വന്നാൽ നമുക്ക് അങ്ങനെ ഈ പറയുന്ന സ്ത്രീകളെയൊക്കെ, കാവ്യ മാധവനെയും മഞ്ജു വാര്യരെയും ആക്രമിക്കപ്പെട്ട നടിയെയും ഒക്കെ വലിച്ചെടുക്കുകയും അവരെ ചേർത്ത് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുകയും അല്പം അശ്ലീലമൊക്കെ പറയുകയും ചെയ്യുന്ന ആളുകൾ സാമൂഹ്യ പ്രവർത്തനമൊന്നുമല്ല. അവർ സോഷ്യൽ മീഡിയയിലെ പൾസർ സുനിമാരാണ്. ശ്രീ രാഹുൽ ഈശ്വർ, അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല. ശ്രീ അലി അക്ബർ, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാൻ വേണ്ടി അവസാനമായി, ഈ പ്രശ്നം മലയാള സിനിമയുടെ ഒരു ശുദ്ധീകരണത്തിന് വഴി തെളിക്കും എന്ന് താങ്കൾ ആത്മാർത്ഥമായി വിചാരിക്കുന്നുണ്ടോ? ഭാഗ്യലക്ഷ്മി കാണാത്തൊരു കാര്യം ഞാൻ കാണിച്ചു കൊടുക്കാം. ഇതാണ് ഊര് വിലക്ക് എന്ന് പറഞ്ഞൊരു സംഗതി. ഊര് വിലക്ക്, അതായത് ഒരുവരുടെ ജീവിതത്തിൽ നിന്ന് ജീവിതം ഇല്ലാതാക്കുന്ന 4 വരിയാണിതിൽ. മാന്യമിത്രമേ, സംവിധായകൻ അലി അക്ബറുമായി നമ്മുടെ യൂണിയൻ അംഗങ്ങൾ സഹകരിക്കേണ്ടതില്ല എന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. താങ്കളുടെ യൂണിയനിലെ എല്ലാ അംഗങ്ങളും ഈ വിവരം അറിയുമല്ലോ. ഇതിനാണ് പറയുന്നത് ഊര് വിലക്ക് തിട്ടൂരം. ഇതിന്റെ ഹെഡിങ് കണ്ടല്ലോ, ഭാഗ്യലക്ഷ്മി കാണണം. എങ്ങനെയാണ് ഈ ഒരു സംഘടനയിൽ നിന്ന് ജീവിതം അതല്ലെങ്കിൽ അരിമുട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണണം. ഇതാ തിട്ടൂരങ്ങൾ ഇനിയും ഉണ്ട് അലി അക്ബറിന്റെ കയ്യിൽ ഒരുപാട്. തിലകൻ എന്നൊരു മഹാനടനെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നു. അത് അദ്ദേഹത്തെ അഭിനയിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഫെഫ്കയുടെ ഈ കാണിക്കുന്നത്. ഇത് ഊരി വിലക്കുന്നത് ഞങ്ങളൊക്കെ പറയുക. ഈ മനുഷ്യനുമായിട്ട് ഇനി ജീവിതത്തിൽ നിങ്ങൾ സഹകരിക്കരുത്. ഇങ്ങനെ ഓരോ ഘടകത്തിനും അയച്ച ലെറ്ററാണിത്, രേഖയാണിത്. 9 വർഷമായി ഞാൻ ജോലി ചെയ്തിട്ട് 9 വർഷമായി ഞാൻ ജോലി ചെയ്തിട്ടില്ല. അലി അക്ബർ, ഞാൻ ആരെയും ന്യായീകരിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഈ സിനിമാ ലോകത്ത് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഈ സിനിമാ ലോകത്ത് 2010 മുതൽ ഞാൻ നിരന്തരം പറയുന്നുണ്ട് അലി അക്ബർ, ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. 2010 മുതൽ ഇവിടെ നടക്കുന്നത് ഇന്ന നടൻ അഭിനയിച്ചാൽ മതി, ഇന്ന നടി അഭിനയിച്ചാൽ മതി, ഇന്ന ക്യാമറാമാൻ മതി, ഇന്ന സംവിധായകൻ മതി എന്ന് പറയുന്ന ഒരു പ്രവണത സിനിമാ ലോകത്ത് വന്നു. ആ പഴയ സൗഹൃദവും ആ പഴയ സന്തോഷവും എല്ലാം നഷ്ടപ്പെട്ടു, ഞാൻ സമ്മതിച്ചു. അവിടെ നിന്നാണ് സിനിമയ്ക്ക് അധപ്പതനം സംഭവിച്ചു തുടങ്ങിയത്. എന്ത് ചെയ്യാൻ പറ്റും? അതിനൊരു മാറ്റം വരിക തന്നെ വേണം. വരണമെന്ന് നേരത്തെ താങ്കളോട് അദ്ദേഹം ചോദിച്ച ചോദ്യം ഞാൻ പറയാം. ഇതൊരു മാറ്റം ഉണ്ടാക്കുമോ? അറിയില്ല. മാറ്റം ഉണ്ടാക്കിയാൽ സിനിമ ഇനിയും നിലനിൽക്കും, രക്ഷപ്പെടും. അല്ലെങ്കിൽ സിനിമ ഇനിയും അധപ്പതനത്തിലേക്ക് തന്നെ പോകും. തീർച്ചയായിട്ടും ശ്രമിക്കണം, എല്ലാവരും ശ്രമിക്കണം. ജനാധിപത്യവൽക്കരിക്കപ്പെടണം. ഇവരുടെ എല്ലാവരുടെയും ഉദ്ദേശശുദ്ധിയെ മാനിക്കുന്നു. തീർച്ചയായിട്ടും ജനാധിപത്യവൽക്കരിക്കപ്പെടേണ്ട ഒരു മേഖലയാണ്. എനിക്ക് സമയക്കുറവുള്ളത് കൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. വളരെ നന്ദി ശ്രീമതി ഭാഗ്യലക്ഷ്മി, ശ്രീ അലി അക്ബർ, അഡ്വക്കേറ്റ് TB മിനി, അഡ്വക്കേറ്റ് ആശ, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ സജി നന്ദ്യാട്ട് ചർച്ചയിൽ പങ്കെടുത്തതിന്. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.